കേരളം ഞെട്ടിയ ഒരു നീചമായ ക്ഷേത്രക്കൊള്ളയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നാളെ നീളെ എന്ന മട്ടിൽ ആ കുറ്റപത്രം വൈകുമെന്ന് ഉറപ്പായി. ആ ക്രൈമിന്റെ രീതി എന്താണെന്നോ തുണ്ടി എവിടെയാണെന്നോ ഇരുട്ടിൽ തപ്പുന്ന SIT വീണ്ടും സാമ്പിൾ ശേഖരിച്ച് മുംബൈ ലാബിലേക്ക് അയക്കാൻ പോകുന്നു. കോടതി അംഗീകാരം കൊടുക്കുന്നു. VSSലെ പരിശോധന മാസങ്ങൾ നീണ്ടുപോയതാണ്. പുതിയ പരിശോധന എത്ര നാൾ നീളുമെന്ന് ആർക്കറിയാം. അതിനിടയിലാണ് UDF ചെക്ക് വെച്ച് കൊടിമര നിർമ്മാണത്തിലെ ക്രമക്കേട് പരിശോധിക്കാൻ കോടതിയുടെ നിർദ്ദേശം. SITയോടല്ല, ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് പരിഗണിച്ച് വിജിലൻസിനോടാണ് ത്വരിത പരിശോധന നടത്താനുള്ള നിർദ്ദേശം. വാജുവാഹന കൈമാറ്റത്തിലും അന്വേഷണമുണ്ട്. ആ കൊടിമര നിർമ്മാണം കൃത്യമായി ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടന്ന ഒന്നാണെന്നതിന് അന്ന് സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടുകളും കോടതി ഉത്തരവുകളും സാക്ഷ്യമാണ്. അന്ന് സംശയമില്ലാതെ ഇന്ന് സംശയം വരുന്നതിൽ രാഷ്ട്രീയ ബാലൻസിംഗ് എന്ന ആരോപണം വരുന്നുമുണ്ട്. അന്വേഷണം അങ്ങനെ ആരോപണം പോലെ തരാതരം തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള രാഷ്ട്രീയ വഴിയാണെങ്കിൽ ഈ മാഫിയാക്കൊക്കെ സടിച്ചുകൊണ്ടുപോയ അയ്യപ്പന്റെ സ്വത്ത് ആര് കണ്ടെത്തും? കൊടിമരം കയറുന്നു അന്വേഷണം. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. SK സജീഷ്, ശ്രീ ജിൻഡോ ജോൺ, ശ്രീ മഹേഷ് പണിക്കർ, ശ്രീ സുഭാഷ് ബാബു എന്നിവർ ചർച്ചയിൽ. ഞാൻ ആദ്യം ശ്രീ മഹേഷ് പണിക്കറിലേക്ക് പോകുന്നു. ശ്രീ മഹേഷ് പണിക്കർ, അതിന്റെ ഉത്തരവ് അല്പസമയം മുമ്പാണ് വന്നത്. ആ ഉത്തരവിൽ പറയുന്നത് ഇതിൽ ദ്വാരപാലക കേസിൽ 2 പേർ കൂടി പ്രതികളാകുമെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. കട്ടളപ്പാല കേസിൽ ഒരാൾ കൂടി പ്രതിയാകുമെന്ന് സ്ഥിരീകരിക്കുന്നു. അതിന് ഈ പറയുന്ന കടകംപള്ളിയാണോ, PS പ്രശാന്താണോ, അടൂർ പ്രകാശാണോ, ആന്റണിയാണോ എന്നൊക്കെ വരും ദിവസങ്ങൾ വ്യക്തമാവട്ടെ. ശ്രീ മഹേഷ് പണിക്കർ, പക്ഷേ ഇപ്പോഴും ഇതിന് അന്വേഷണ വഴി അങ്ങനെ നീണ്ടുപോകുന്നു. ഇനി ഇതെപ്പോഴാണ് അന്വേഷണം കുറ്റവാളി സമർപ്പിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തു. അതിനിടയിലാണ് ഈ കൊടിമരവുമായി ബന്ധപ്പെട്ട ചർച്ച കൂടി വരുന്നത്. അതിൽ ഈ ദേവസ്വം വിജിലൻസിന് ഒരു ഭക്തൻ കൊടുത്ത പരാതിയിൽ ഒരു സംശയ ദൂരീകരണം എന്ന നിലയ്ക്കാണോ ക്യൂവെ കാണേണ്ടത്, അതോ മറ്റൊരു പണ്ടോരപ്പെട്ട് തുറക്കൽ എന്ന് കാണണോ? ശ്രീ മഹേഷ് പണിക്കർ. തീർച്ചയായിട്ടും ആ കൊടിമരമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ വലിയ വിശാലമായ അർത്ഥത്തിലുള്ളൊരു കൊള്ള നടന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ഇപ്പം കട്ടളപ്പാളി, ധാരാളപാളി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. കാരണം അതിനകത്ത് ആ വാജിവാഹനം കൈമാറിയിരിക്കുന്നത് ഇവരെല്ലാവരും ആചാരപ്രകാരമാണ്. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അറിയിച്ചിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്, പൊതു മധ്യത്തിലാണ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെയുള്ളൊരു വാദമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ തികച്ചും അടിസ്ഥാനരഹിതമാണ്. അതായത് തന്ത്രസംശയത്തിൽ പറയുന്ന പ്രകാരം ഈ വാഹനം ഉരുക്കിയിട്ട് ആ എന്ത് വിഗ്രഹമാണോ അത് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്. ഒരു വിഗ്രഹത്തിന് അതിൻ്റെ സത്വം 3 രീതിയിലാണ് അത് മനസ്സിലാക്കേണ്ടത്. ഒന്ന് രൂപം, അതിൻ്റെ ആ ഫോം, അല്ലെങ്കിൽ അതൊരു ശില്പിയാണ് ചെയ്യുന്നത്. ആ ശില്പിയാണ് ആ രൂപം ഉണ്ടാക്കുന്ന, ആ വിഗ്രഹത്തിൻ്റെ രൂപമാണ് അതിനകത്തെ പ്രധാനം. രണ്ടാമത് അതിന് ജീവൻ കൊടുക്കുന്ന, പ്രാണൻ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു താന്ത്രിക കർമ്മപ്രകാരം ഒരു കലശാഭിഷേകമൊക്കെ നടത്തുന്ന തന്ത്രി. മൂന്നാമത് അതിൻ്റെ യജമാനൻ എന്ന് പറയുന്നത് അതിൻ്റെ വിശ്വാസികളുടെ കൂട്ടം, അവരുടെ നേതാവ്. അത് പഴയകാലത്തെ രാജാവാണ്. ഇപ്പോൾ ഇവിടുത്തെ കേസിനകത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. ഒരു പ്രൈവറ്റ് ദേവസ്വത്തിൽ അവിടുത്തെ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ കമ്മിറ്റി അംഗങ്ങളോ ഒക്കെയാണ്. അപ്പം ഇങ്ങനത്തെ ഒരു വാഹനത്തിന് അല്ലെങ്കിൽ ഒരു രൂപത്തിന് കേട് വന്നാൽ മാത്രമേ ഇത് മാറ്റാൻ പാടുള്ളൂ. ഇവിടുത്തെ ആദ്യത്തെ കേസ് ഇതിന് കേട് വന്നിട്ടില്ല. അതാണ് അതിനകത്തെ ആദ്യത്തെ കേസ്. കേട് വരാത്ത സാധനം ഇവർ ടോട്ടൽ ലോസ് ആരോപിക്കുകയാണ്. ഈ വാഹനം കേടായി എന്ന് പറഞ്ഞ് ടോട്ടൽ ലോസ് ആരോപിച്ച് നമ്മൾ ഇൻഷുറൻസിൻ്റെ ഒക്കെ ക്ലെയിം ചെയ്യുന്ന പോലെ പുതിയൊരു വാഹനം വാങ്ങിക്കുന്ന ഒരു രീതിയിലാണ്, അല്ലെങ്കിൽ പുതിയൊരു വാഹനം അല്ലെങ്കിൽ പുതിയൊരു രൂപം നിർമ്മിക്കുന്ന രീതിയിലാണ്. പിന്നെ ഈ ശ്ലോകത്തിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് ഉരുക്കി ഇതിന്റെ രൂപം മാറ്റുന്നതിന്റെ ഭാഗമായല്ലേ വാജുവാഹന കൈമാറ്റം? ഉരുക്കിയിട്ടില്ല അവിടുത്തെ. ആ കൊടിമരം മാറ്റുന്നതിന്റെ ഭാഗമായിട്ടല്ലേ വാജുവാഹന കൈമാറ്റം? മാറ്റണമെങ്കിലും ഈ വാജുവാഹനം മാറ്റേണ്ട കാര്യമില്ല. കൊടിമരം അതെ ആ ഒരു വാജുവാഹന കൈമാറ്റം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അനുവാദത്തോടെയാണെന്നാണ് പറയുന്നത്. പക്ഷേ അനുവാദത്തോടെ അല്ല. അതായത് നമ്മുടെ ഈ അഡ്വക്കേറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞ വ്യക്തി ഏകദേശം 4 റിപ്പോർട്ടോളം ആദ്യം കൊടുക്കുന്നുണ്ട് ഈ കൊടിമര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക്. ഇതിനു മുമ്പ് ഈ വാഹനം മാറ്റുന്നതിനോ അല്ലെങ്കിൽ പഴയ കൊടിമര ഇളക്കുന്നതിനോ മുമ്പ് ഈ 4 റിപ്പോർട്ടുകളിൽ ഒരു റിപ്പോർട്ടിൽ പോലും പരാമർശിക്കുന്നില്ല ഞാൻ ഇങ്ങനെ വാഹനം തന്ത്രി ചോദിച്ചിട്ടുണ്ട്, തന്ത്രിക്ക് കൊടുക്കുകയാണ്, അതിനുള്ള അനുവാദം വേണമെന്നും 2012 ഇതുപോലെ ദേവസ്വം ബോർഡ് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു റിപ്പോർട്ട് മുൻപേർ കൊടുത്തിട്ട് എന്നാലും കുഴപ്പമില്ല നിങ്ങൾ കൊടുത്തോളൂ എന്ന് പറയുന്ന, അങ്ങനെയാണെങ്കിൽ അതൊരു കുഴപ്പമില്ല. ഇത് അതിനെ അങ്ങനെ ലാഘവത്തോടെ കാണാൻ കഴിയുന്നതാണ്. കാര്യം ഇതൊക്കെ ശരിയാണ്, ഈ തന്ത്രസമുച്ചയം ആചാരം ഒക്കെ ഇതിന്റെ ഭാഗമാണെങ്കിൽ കൂടി ഇതിനൊക്കെ ഒരു ഹൈക്കോടതി മേൽനോട്ടമുണ്ടല്ലോ. ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു 2017 കൊടിമര നിർമ്മാണം ചുമ്മാ നടന്നതല്ല. കോടതി നിയമിച്ച അഡ്വക്കേറ്റ് കമ്മീഷൻ ASP കുറിപ്പിന്റെ കമ്പ് മേൽനോട്ടത്തിൽ നടന്നതാണ്. 6 റിപ്പോർട്ടുകളും ഒരു ഫൈനൽ റിപ്പോർട്ടും സമഗ്രമായി സമർപ്പിച്ചതാണ്. അന്ന് ജസ്റ്റിസ് PR രാമേന്ദ്രമേനോനും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് അത് പരിശോധിച്ച് റിപ്പോർട്ടുകളെ അഭിനന്ദിച്ച് അംഗീകരിച്ചതാണ്. അതിനെ അങ്ങ് അത് എന്തോ ആണ് എന്ന് നിസ്സാരവൽക്കരിക്കാൻ പറ്റുമോ? ഡിവിഷൻ ബെഞ്ചാണ്. ഇതവരറിയുന്നില്ല. അവരെ പറ്റിച്ചിരിക്കണം. ഒരു വാചകമേ ഉള്ളൂ. അതായത് ആചാരപ്രകാരം വാജിവാഹനം തന്ത്രിക്ക് കൈമാറി എന്നൊരു റിപ്പോർട്ട്, അങ്ങനെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അവർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിനകത്ത് എന്ത് ആചാരപ്രകാരം, എങ്ങനെയാണ്, അതിൻ്റെ വില എത്രയാണ്. ഇപ്പം ഇതിൻ്റെ പുതിയ വാജിവാഹനം ഉണ്ടാക്കാനായിട്ട് ഏകദേശം ദേവസ്വം ബോർഡിന്റെ ആ മെറ്റൽ വാല്യൂ തന്നെ 50 ലക്ഷത്തിന് മേളിലുണ്ട്. നമ്മൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ആ ഡിവിഷൻ ബെഞ്ചിനെ അത്ര വില കുറച്ച് കാണാൻ കഴിയുമോ?
കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും സമാനമായ പുനരുദ്ധാരണത്തിന് ഹൈക്കോടതി നിയമിച്ച നല്ല ക്രെഡൻഷ്യലുള്ള ASP കുറിപ്പിനെ അങ്ങനെ വില കുറച്ച് കാണാൻ പറ്റുമോ? വാജിവാഹനം തന്ത്രി അടിച്ചുകൊണ്ട് പോയി എന്നാണ് ഇപ്പോഴും പ്രചരണം. അങ്ങനെ തന്ത്രി എടുത്തുകൊണ്ട് പോയതല്ല. ഇതേ അഡ്വക്കേറ്റ് കമ്മീഷൻ അനുവാദത്തോടെ കോടതി അനുമതിയോടെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്ത്രിക്ക് കൊടുത്താന്നേ. അത് ആചാരപ്രകാരം ആചാരപരമായും സാമ്പ്രദായം കൊടുത്തുവെന്ന് ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞതും കോടതി അംഗീകരിച്ചതുമാണ്. പിന്നെ നമ്മൾ ഈ പുകമറ ഉണ്ടാക്കാൻ പാടുണ്ടോ? അല്ല, കോടതി അംഗീകരിച്ചു എന്ന് പറയുന്നത് കോടതി ഈ വിഷയത്തിനകത്ത് അങ്ങനെ ഗഗനമായിട്ട് പോയിട്ടില്ല. ഇതൊരു ആചാരപ്രകാരം കൊടുത്തു എന്നുള്ള ഒരു വാക്കുണ്ട്. ഞാനത് സമ്മതിക്കുന്നു. വേദി തന്നെയാണ് കൊടുത്തത്. അങ്ങനെ കൊടുക്കാൻ പാടില്ല. അതായത് ഒരേ വാഹനം ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ കണ്ണിൽ അങ്ങനെ പുഴു വരയിടാൻ പറ്റുമോ? ASP കുറിപ്പിന് ഒന്നും അറിയാത്ത ആളാണോ? ഒന്നുമല്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇവര് ASP കുറിപ്പിന് ഒന്നും അറിയാത്ത ആളാണോ? ഞാൻ ഇത്രയാ പറയുന്നത്. ഈ പറഞ്ഞ ASP കുറിപ്പിന് വാജിവാഹനത്തിന്റെ വില അറിയാത്ത ആളാണോ? അത് തന്ത്രിക്ക് കൊടുത്ത് തെറ്റാണെന്ന് അറിയാത്ത ആളാണോ? ഒന്നുമല്ല. ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ അതുപോലെ തന്നെ വാജിവാഹനം പല തന്ത്രിമാർക്കും കൊടുത്ത കാര്യമൊക്കെ ഉണ്ടെന്നേ. അവിടെ നമ്മൾ വെറുതെ പുകമറ ഉണ്ടാക്കാൻ പാടുണ്ടോ ശ്രീ മഹേഷ് പണിക്കർ? ഇത് കോടതിക്ക് മുന്നിൽ എത്തിയതാണ്. ഇത് കോടതി സ്ക്രൂട്ടണിയിൽ എത്തിയതാണ്. ഇത് കോടതി സ്ക്രൂട്ടണിയിൽ എത്തിയതാണ്. അതായത് ഈ വാഹനം നമുക്ക് ഒരേ നമ്പറിൽ 2 വാഹനം നിലനിൽക്കാൻ പറ്റുമോ? ഒരേ നമ്പറിൽ 2 വാഹനം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കാൻ പറ്റുമോ? അതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരേ നമ്പറിൽ 2 വാഹനത്തിന്റെ കാര്യം നമ്മുടെ വെഹിക്കിള് വണ്ടികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ നമ്പറിൽ 2 വാഹനം നിലനിൽക്കാൻ പറ്റും. ഇപ്പം അങ്ങനെയാണ് നിൽക്കുന്നത്. ഒരെണ്ണം അതിൻ്റെ മേളിൽ ഇരിപ്പുണ്ട്, ഒരെണ്ണം തൊണ്ടിയായിട്ട് അകത്തിരിപ്പുണ്ട്. അത് ഒരെണ്ണത്തിന്റെ രൂപം മാറ്റിയിട്ട് മാത്രമേ അടുത്തത് ചെയ്യാൻ പാടുള്ളൂ. അതതിൻ്റെ ഒരു റൂളാണ്, ഇതായിട്ടുള്ള റൂളാണ്. അതിനെ ഇവർ ബൈപ്പാസ് ചെയ്യുവാണ്. ഇങ്ങനെ ഒരു തെറ്റായ കാര്യമാണ്. ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരേ നമ്പറിൽ എത്രയാണോ ആ ഒരു നമ്പർ, ആ നമ്പറിൽ തന്നെ ഒരു സത്വത്തിലുള്ള ശബരിമല ധർമ്മശാസ്താവിൻ്റെ കൊടിമരത്തിൻ്റെ മേളിലിരിക്കുന്ന വാഹനം എന്നുള്ള ആ ഒരു സത്വത്തിൽ തന്നെ 2 3 എണ്ണം ഉള്ളത്. ഒരെണ്ണം കോടതിയിൽ ഇരിക്കുന്നു, ഒരെണ്ണം ഇവർ വിറ്റിട്ടുണ്ട്, വെച്ചാൽ അവിടെ ഇരിക്കുന്നു, ഒരെണ്ണം നമ്മുടെ കൊടിമരത്തിൻ്റെ മേളിൽ ഇരിക്കുന്നു. സംഭവിക്കാൻ പാടില്ല. ഒരെണ്ണം മാത്രം. ഇവിടെ ഹൈക്കോടതി നിയമിച്ച ഒരാൾ, അയാളുടെ മേൽനോട്ടത്തിലാണ് കൊടിമര നിർമ്മാണം നടക്കുന്നത്. ദേവസ്വം ബോർഡ് മേൽനോട്ടത്തിലല്ല. യഥാർത്ഥത്തിൽ കൊടിമര നിർമ്മാണം നടക്കുന്നത് ഹൈക്കോടതി അഡ്വക്കേറ്റ് കമ്മീഷൻ നിയമിച്ച അദ്ദേഹം ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ഉദ്യോഗസ്ഥരെയും കൂട്ടി ആലോചനാ യോഗം മുതൽ അവസാനം വരെ നടത്തിയിട്ടുള്ള ഒരു പദ്ധതിയാണത്. അത് കോടതിക്ക് കമ്പോടുകം എല്ലാം അറിയാവുന്ന കാര്യമാണ്. അതിൽ ക്രമക്കേട്, അടിപിടി, തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ കോടതിയെ സംശയിക്കില്ലല്ലോ നമ്മൾ. ഞാൻ പറയുന്നല്ലോ, അതാ ബഹുമാനപ്പെട്ട കോടതിയെ ഉൾപ്പെടെ ഇവർ പറ്റിച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞ റിപ്പോർട്ട് കൊടുത്തു, റിപ്പോർട്ടിനകത്തെ കാര്യങ്ങളുണ്ട്, ഈ വക കാര്യങ്ങളൊക്കെ കറക്റ്റാണ് എന്ന് പറഞ്ഞിട്ട് ഇവരിതിനെ പറ്റിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് അന്വേഷണം വരട്ടെ. ഇപ്പൊ ഇതുപോലെ ത്വരിതാന്വേഷണത്തിനുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ടല്ലോ. ഉറപ്പായിട്ടും ബോധ്യപ്പെടും. ക്യൂവിൽ ഇതൊന്നും അന്വേഷിക്കുന്നില്ല. ക്യൂവിൽ പറയുന്ന കാര്യം എന്താണ്? ക്യൂവിൽ പറയുന്നത് ഇതിനെന്തോ ഈ പറയുന്ന സ്വർണം ശേഖരിച്ച് രസീത് കൊടുത്തില്ല. അതിൽ ഈ സ്വർണം ശേഖരിച്ച ഡേറ്റ് അടക്കം ഈ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട്. എന്തുകൊണ്ട് രസീത് കൊടുത്തില്ല തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല. താങ്കൾ പറയുന്ന പോലെ ഈ കൊടിമര നിർമ്മാണത്തിന്റെ മാരകമായ പ്രശ്നങ്ങളൊന്നും എന്തായാലും അന്വേഷിക്കാൻ കോടതി പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ പറയുന്ന ഒരു എന്താണ് വലിയ ക്രെഡൻഷ്യലുള്ള ഉദ്യോഗസ്ഥൻ അടക്കമുള്ളവർ തെറ്റ് ചെയ്തു എന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ വാജിവാഹനം വാർക്കാനായിട്ട് ഇവർ സ്വർണം കളക്ട് ചെയ്തിട്ടുണ്ട്. ആ കണക്ക് ഇതിനകത്ത് വന്നിട്ടില്ല. ഇവർ വന്നിരിക്കുന്നത് സ്വർണം പൂശേൻ്റെ കണക്കാണ്. അതായത് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയുടേത് 200 ഗ്രാം, പിന്നെ 2 3 ദിവസങ്ങളിലായിട്ട് ഇവർക്ക് കിട്ടിയ 25 ഗ്രാം 50 ഗ്രാം അങ്ങനെയൊക്കെ പറയുന്നത് 450 ഗ്രാം ഇവർ കളക്ട് ചെയ്ത് അത് പൂശാനായിട്ട് ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ വാജിവാഹനത്തിലും അഷ്ടദിക്കിലും പൂശാനായിട്ട് പബ്ലിക്കിൽ നിന്ന് കളക്ട് ചെയ്തെന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ എന്നുള്ളത് 450 ഗ്രാം ഇതിനകത്തുണ്ട് കണക്ക്. കൂടാണ്ട് ഏകദേശം 9 കിലോ സംതിങ് 9.5 കിലോളം ഈ ഫീനിക്സിൽ നിന്നുണ്ട്. അത്രയും സ്വർണ്ണമാണ് ഇവർ കൊടിമരത്തിലും വാജിവാഹനത്തിലും പൂശാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വാജിവാഹനവും അഷ്ടദിക്കും വാർക്കാനായിട്ട് ആ പണിക്കാരന്റെ ആലയിൽ വാർത്തിരിക്കുന്നിടത്ത് മേടിച്ചിരിക്കുന്ന സ്വർണം ഏകദേശം 10-15 കിലോ സ്വർണത്തിന്റെ കണക്ക് ഈ റിപ്പോർട്ടിൽ ഇല്ല. അത് പരിശോധിക്കാം. ആരൊക്കെ കൊണ്ടിട്ടുണ്ടെന്ന് ഇത് വാജിവാഹനം വാർക്കാനായിട്ട് വാജിവാഹനം പോലത്തെ കാര്യം നമ്മുടെ അതായത് നമ്മൾ പഞ്ചലോഹത്തി വാർക്കുകയാണെങ്കിൽ ഇതിന്റെ വെള്ളിയുടെ അത്രയും ഇക്വലന്റ് ആണ് സ്വർണ്ണം ഉപയോഗിക്കേണ്ടത്. അതിനകത്ത് വെള്ളിയും ചെമ്പും ദേവസ്വം ബോർഡ് കൊടുത്തിട്ടുണ്ട്. സ്വർണം ഇവർ പബ്ലിക്കിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. പലരും അവിടെ വാർക്കുന്ന സമയത്ത് അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിന്റെ കണക്കോ എംബുക്കോ കാര്യങ്ങളോ ഇവിടെ ഇല്ല. അതാണ് ഈ പറയുന്നത്. ഈ പറയുന്ന 10-15 കിലോ സ്വർണം എന്ന് പറയുന്നത് അങ്ങനെ കണക്ക് എവിടെയും ആരും കോടതിയിലോ ദേവസ്വത്തിന്റെ വിജിലൻസിന്റെ റിപ്പോർട്ടിലോ ഒന്നും ആരും പറയുന്നില്ല. അത് അങ്ങനെ എവിടെ നിന്നിട്ട് എനിക്കറിയില്ല.
കിട്ടിയ സ്വർണത്തിന്റെ പഞ്ചലോഹമായിട്ട് നിർമ്മിക്കണേ. ഞങ്ങൾക്ക് എവിടുന്നാണ് 15 കിലോ സ്വർണ്ണം കടം കിട്ടിയെന്ന് എനിക്കറിയില്ല. കിട്ടിയ സ്വർണ്ണത്തിന്റെ കണക്ക് ഈ മഹസറിലുണ്ട് ശ്രീ മഹേഷ് പണിക്കർ. ഇതിൽ കോടതി കാണുന്ന പ്രശ്നം എന്താണ്? കോടതി കാണുന്ന പ്രശ്നം രസീത് കൊടുത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ രസീത് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന കാര്യമൊക്കെ അന്വേഷിക്കട്ടെ. അതല്ലാതെ കിട്ടിയ സ്വർണ്ണം അതിൽ മഹസറായ രൂപത്തിലും ഒക്കെ കോടതിയിൽ തന്നെ രേഖയിൽ തന്നെ ഉണ്ട്. അവർക്കറിയാലോ, അന്വേഷിക്കട്ടെ. പക്ഷെ രസീത് കൊടുത്തില്ല എന്നാ അറിയുന്നത്. ഞാൻ അന്വേഷിച്ചു എന്തുകൊണ്ട് രസീത് കൊടുത്തില്ല എന്ന കാര്യം അറിഞ്ഞത്. രസീത് കൊടുത്താൽ ഇത് ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബോർഡിന്റെ കസ്റ്റഡിയിലാകും. ദേവസ്വം ബോർഡ് കസ്റ്റഡിയിലായാൽ ഈ കൊടിമരത്തിൽ പൂശാൻ ആവശ്യമായ സ്വർണം ദേവസ്വം ബോർഡ് വേണമെങ്കിൽ ഇവർ കൊടുക്കാതിരിക്കാം, അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കാൻ വണ്ണം ഈ ASP കുറിപ്പിന്റെയും ദേവസ്വം കമ്മീഷണറും നേർക്കുനേർ സ്വീകരിച്ചതാണ് ഈ സ്വർണം വീഡിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. വീഡിയോഗ്രാഫ് ചെയ്ത് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുന്നത്, വീഡിയോഗ്രാഫ് ചെയ്ത സ്വർണം അപ്പോൾ തന്നെ ആർട്ടിസാന്റെ കയ്യിലേക്ക് കൈമാറുന്ന ഒരു SPV പോലെ അത് പ്രവർത്തിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. പോട്ടെ, അതൊക്കെ ഇനി ഈ വിജിലൻസ് അന്വേഷണത്തിൽ വരട്ടെ. ശ്രീ SK സജീഷ്, ഇവിടെ ഇവിടെ തെരഞ്ഞെടുപ്പ് വരികയാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ദ്വാരപാലക അല്ലെങ്കിൽ 2019 വലിയ ക്ഷേത്രക്കൊള്ള ഇടതുപക്ഷ UDF-ഉം കോൺഗ്രസും വലിയ ചർച്ചയാക്കൊണ്ട് വരുന്നുണ്ട്. ഉറപ്പായും ബാക്കി വരും ദിവസങ്ങളിൽ ആ പ്രചരണം ഏകപക്ഷീയമാവില്ല എന്ന് തന്നെയല്ലേ ഇന്നത്തെ ഉത്തരവും ഇന്നത്തെ ഈ കൊടിമരത്തിലേക്കുള്ള അന്വേഷണവും ശ്രീ സജീഷ്? അല്ല, തെരഞ്ഞെടുപ്പ് വരലും രാഷ്ട്രീയമാക്കലുമെല്ലാം ഈ വിഷയത്തിനകത്ത് UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും ലക്ഷ്യമായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിഷയത്തെ പോറ്റിയെ കയറ്റിയത് ആരാണ് എന്ന പാട്ടിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ കേരളത്തെ ആകെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവർ പ്രചരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ അത് മിണ്ടാൻ വേണ്ടി പോലും കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും നേതാക്കന്മാർ തയ്യാറാകുന്നില്ല. ഇപ്പോൾ ശ്രീ VD സതീശൻ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഇതിനെപ്പറ്റി പറയുന്നില്ല. പറയാൻ അവർക്ക് കഴിയില്ല. കാരണം കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി സുവ്യക്തമായി ആളുകളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. 2004 പോറ്റി കയറി വരുന്നതും പിന്നെ അതിനുശേഷം അവരുടെ ഘട്ടത്തിലാണല്ലോ എല്ലാ തരത്തിലും പോറ്റി സഹായിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. 2007 G. രാമൻ നായർ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് ഈ പോറ്റി പരികർമ്മിയായി മാറുന്നത്. പിന്നീട് അതിനുശേഷം 2013 അന്നദാനത്തിനുള്ള സ്പോൺസറായി പോറ്റിയെ മാറ്റുമ്പോൾ ഗോവിന്ദൻ നായർ ദേവസ്വത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. പിന്നീട് 2017 ഔദ്യോഗികമായി പലതും മാറ്റി ഈ സ്വർണം മാറ്റാനെല്ലാമുള്ള സ്പോൺസറായി ഇവർ ഔദ്യോഗികമായി പോറ്റിയെ മാറ്റുന്നത്. അപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡൻ്റായിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ബോർഡിൻ്റെ കാലത്തായിരുന്നു എന്നറിയാം. അതായത് ഈ പ്രവർത്തനങ്ങളെല്ലാം ഇവിടുന്ന് ഉരുപ്പടികൾ ഊരിക്കൊണ്ടുപോകാനും അതിൽ സ്വർണം പൂശി എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവെക്കാനുമെല്ലാം ആരംഭിക്കുന്ന 2017 ആ ചുമതല ഔദ്യോഗികമായി നൽകുന്നത് പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കാലത്താണ് എന്നുള്ളതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, കാരണം ഇതെല്ലാം നേരത്തെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി വരികയാണ്. ആ വ്യക്തമായി വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ഉത്തരവിടുകയാണ്. ആ അന്വേഷിക്കാൻ ഉത്തരവിടുമ്പോൾ നമ്മൾ കാണേണ്ടത് ഇവിടെ നേരത്തെ ഈ പറഞ്ഞ കൊടിമരം മാറ്റാൻ വേണ്ടി അവർ അത് ജീർണിച്ചു പോയിരിക്കുന്നു എന്ന കാരണം കണ്ടെത്തുന്നു. അത് കോൺക്രീറ്റ് കൊടിമരമാണ്. കോൺക്രീറ്റ് ജീർണിക്കുകയും ചിതറിക്കുകയും ചെയ്യില്ല എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് അത് മാറ്റാൻ തീരുമാനിച്ചു. മാറ്റുമ്പോൾ തന്നെ ആ ഘട്ടത്തിൽ ഈ സ്പോൺസർമാർ ഉൾപ്പെടെ വരികയാണ്. അങ്ങനെ വന്നുകൊണ്ട് അവിടെ കാണുന്നത് ഇതിൽ സ്പോൺസറായി അതിൽ യഥാർത്ഥത്തിൽ പണം എസ്റ്റിമേറ്റ് തുക തയ്യാറാക്കി ഏതാണ്ട് 3,20,00,000 രൂപയാണ് ഇതിന് ചെലവ് വരിക ഈ കൊടിമരം മാറ്റാൻ. അത് പൂർണ്ണമായും ഫോണിക്സ് എന്ന് പറയുന്ന ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ളൊരു കമ്പനി നൽകി. പൂർണ്ണമായും ഇതിന് വരുന്ന തുക അവർ നൽകിയതിന് ശേഷവും വ്യാപകമായ പണപ്പിരിവ് നടത്തി. അതിൽ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പണം പിരിച്ചിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ. അപ്പോൾ പണം പിരിക്കുക, അപ്പുറത്ത് തട്ടിപ്പ് നടത്തുക, ഇതെല്ലാം മാറ്റിവെക്കുക എന്നതെല്ലാം ഇതിൻ്റെ ലക്ഷ്യമായിരുന്നു. 2012 ദേവസ്വം ബോർഡിൻ്റെ പ്രൊസീഡിങ്സിന് എതിരായിക്കൊണ്ട് ഈ വാജിവാഹനം എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ വാഹനമാണ്. അതിൻ്റെ ആൻറ്റിക് വാല്യൂ എന്ന് പറയുന്നത് വളരെ നമുക്ക് വിലമതിക്കാൻ വേണ്ടി കഴിയാത്ത കോടികളാണ്. അവിടെയാണ് നേരത്തെ ഇവിടെ സുഹൃത്ത് മഹേഷ് പണിക്കർ സൂചിപ്പിച്ച പോലെ തന്നെ അത് നശിപ്പിച്ച് കളയണം എന്നാണല്ലോ നമുക്കറിയാം. ഈ അജയ് തറയിൽ തന്നെ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്. അത് മരമാണെങ്കിൽ കത്തിച്ച് കളയണം, ഒഴുക്കിക്കളയണം, അങ്ങനെ കളയണം, ഇങ്ങനെ കളയണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇത് ഉരുക്കേണ്ടതാണ്. ഇത് ഉരുക്കുന്നതിന് പകരം ആൻറ്റിക് വാല്യൂവിൽ ഇത് നിലനിർത്തിക്കൊണ്ട്
തന്ത്രിക്ക് കൈമാറുന്നു. ആ കൈമാറ്റം തന്നെ 2012 ദേവസ്വം ബോർഡിൻ്റെ പ്രൊസീഡിങ്സിന് എതിരാണ്. അങ്ങനെ കൈമാറരുത് എന്ന് ദേവസ്വം ബോർഡ് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിന് പറയുന്ന നേരത്തെ ഇവിടെ ചർച്ചയിലെല്ലാം ഉന്നയിക്കപ്പെട്ട പോലെ തന്നെ അഡ്വക്കേറ്റ് കമ്മീഷൻ്റെ ഉൾപ്പെടെയുള്ള അനുമതിയോടുകൂടിയാണെന്ന്. അത്തരമൊരു അനുമതി ഉണ്ടെങ്കിൽ തന്നെ ആ അനുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ UDF പാടിയ പാട്ടൊന്നും മതിയാവില്ല. കാരണം അമ്പലക്കള്ളന്മാരെ പോലെ കള്ളൻ എന്ന് പറഞ്ഞ് ഓടുകയായിരുന്നു ഇതുവരെ കോൺഗ്രസും UDFും. പക്ഷേ അവരിപ്പോൾ കള്ളന്മാരാണ് എന്ന് തിരിച്ചറിയുന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയ ആയുധമായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. രാഷ്ട്രീയ ആയുധമായി കണ്ടതാരാണ്? ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ ഈ പോറ്റി ഉടനീളം വെയിറ്റ് ചെയ്തത് കോൺഗ്രസിനും UDFിനും വേണ്ടിയാണല്ലോ. ഇപ്പോഴും അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോറ്റി സ്വീകരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ മുമ്പ് ഈ VD സതീശൻ പറഞ്ഞൊരു ബോംബ് പൊട്ടുമായിരുന്നു. ആ ബോംബ് പോറ്റിയാണല്ലോ പൊട്ടിക്കുന്നത്. ആ പൊട്ടിക്കൽ എന്തായിരുന്നു? ഇത് പീഠം കൂടി കാണാനില്ല ഗവൺമെൻറ്റിനെയും അയ്യപ്പ സംഗമത്തെയും ബോർഡിനെയും എല്ലാം പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു പുതിയ ആരോപണമായിരുന്നു. ആ ആരോപണം നടത്തി പോറ്റി കരുതിയത് ഇന്റലിജൻസ് സംവിധാനം വളരെ മോശമാണെന്നാണ്. പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ ആ പീഠം കിട്ടി. അവിടെ നിന്നാണല്ലോ ഈ കാര്യങ്ങൾ ആരംഭിക്കുന്നത്. അതിനുശേഷം ബന്ധങ്ങൾ ഉടനീളം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇവർക്ക് നിഷേധിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ്. ഇപ്പോൾ ആൻ്റണി MP കഴിഞ്ഞ ദിവസം പറഞ്ഞത് 2013 സോണിയാഗാന്ധിയും ഈ പറഞ്ഞ പോറ്റിയും എല്ലാമുള്ള കൂടിക്കാഴ്ച ഉണ്ടായത് എന്നാണ്. അപ്പോൾ ആ ഡേറ്റ് തന്നെയാണോ ഇപ്പോൾ അടൂർ പ്രകാശിന് പറയാൻ വേണ്ടി കഴിയുക? അടൂർ പ്രകാശ് പറയുന്നത് വളരെ അടുത്താണ് എന്നുള്ളതാണ്. കൂടെ ഗോവർദ്ധനുണ്ട്. ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ. ഇവർ പറയുന്ന എന്ന് പറഞ്ഞാൽ ഈ കൊടിമരം ചിതലരിച്ച് പറഞ്ഞു മാറ്റിയെന്ന് ആര് പറഞ്ഞു? കൊടിമരം ചിതലരിക്കും അല്ലെങ്കിൽ കോൺക്രീറ്റിൽ അങ്ങനെ ചിതലരിക്കും അല്ലെങ്കിൽ ചിതലരിച്ചപ്പോൾ മാറ്റി എന്ന് ആര് പറഞ്ഞതാണ്? ഞാൻ കേട്ടത് അജയ് തറയിൽ പറഞ്ഞിട്ടാണ്. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലെന്നെങ്കിൽ 2014 ദേവപ്രശ്നത്തിൽ ഇനി അജയ് തറയിൽ പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് അറിവില്ലായ്മോട് പറയുന്നതാണ് കേട്ടോ. SK സജീഷ്, അജയ് തറയിൽ പറഞ്ഞെങ്കിൽ പറഞ്ഞത് ഹാഷ്മിക്ക് വല്ല പ്രയാസം ഉണ്ടെങ്കിൽ അല്ല ഞാൻ പറയാം. അജയ് തറയിൽ പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് അറിവില്ലാത്തതുകൊണ്ട് പറഞ്ഞാണ്. ഞാൻ പറഞ്ഞുതരാം. ആ പേപ്പർ മൊത്തം വായിച്ച് ഹാഷ്മിക്ക് അജയ് തറയിൽ എന്ന് പറയുന്ന കോൺഗ്രസ് ആര് പറഞ്ഞു എന്ന ചോദ്യത്തിന് ആര് പറഞ്ഞാലും അജയ് തറയിലാണ് പറഞ്ഞെങ്കിൽ അവാസ്തവമാണ്. ഓ പാവം, അയ്യോ പാവം, അറിവില്ലാത്തതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് താങ്കൾ അറിവില്ലാത്തോണ്ടല്ല അവാസ്തവെന്നാണ് പറയുന്നത്. നമുക്ക് ഈ അമ്പലക്കള്ളന്മാരെ ന്യായീകരിക്കേണ്ട കാര്യമുണ്ടോ? ഹാഷ്മിക്ക് ഉണ്ടാകും, എനിക്കില്ല കേട്ടോ. ഹാഷ്മിക്ക് അങ്ങനെ ന്യായീകരിക്കുക എന്നുള്ള ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്തോളൂ. എന്താ ഇപ്പൊ കുഴപ്പം? അതായത് അതിലപ്പുറത്തേക്കൊന്നും ഇവിടുന്ന് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഓക്കെ സജീഷ്, പക്ഷെ ചിതലരിച്ചു എന്ന് അജയ് തറയിൽ പറഞ്ഞാലും ആര് പറഞ്ഞാലും അത് വ്യാജമാണ്, അവാസ്തവമാണ്. കാരണം എന്താണ്? ഇത് 2014 ദേവപ്രശ്നം ഉണ്ടാവുന്നു. ദേവപ്രശ്നത്തിൽ പറയുന്നത് കേൾക്കൂ SK സജീഷ്, ഞാൻ ഇപ്പോൾ അത് പല പ്രേക്ഷകർക്കും സംശയം ഉണ്ടാവാം, അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം പറയണമല്ലോ. 2014 ദേവപ്രശ്നം ഉണ്ടാകും. ദേവപ്രശ്നത്തിൽ പറയുന്നത് കൊടിമരത്തിന് മേലെ അനർഹമായ ലേപനക്രിയ ദോഷമാണ്, ജീർണതാ ലക്ഷണമുണ്ട്. ലേപനം എന്നതിൽ പറയുന്നത് സ്വർണ്ണ നിറത്തിൽ സ്പ്രേ പെയിന്റ് അടിച്ചതാണ്, എന്താണ് അത് ആചാര ലംഘനമാണെന്ന് കരുതി ഉദ്യോഗസ്ഥ നടപടി ഉണ്ടായതാണ്. ആ ദേവപ്രശ്നമാണ് കൊടിമരമാറ്റ പ്രതിഷ്ഠയുടെ അടിസ്ഥാനം. അതല്ലാതെ കോൺക്രീറ്റിൽ ഈ പറഞ്ഞ ചിതലേറി മാറ്റാൻ പറഞ്ഞു എന്ന് ഇനി അജയ് തറയിൽ പറഞ്ഞാലും അത് അവാസ്തവമാണ്, അങ്ങനെ ഇല്ല. പിന്നെ ഒരു കള്ളപ്രചരണമാണ് UDF ഭരണസമിതിയുടെ കാലത്ത് അവിടെ നിന്ന് 2 നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള മണികൾ കാണാനില്ല. ഇപ്പോൾ CPM സംസ്ഥാന സമിതി അഡ്വക്കേറ്റ് K അനിൽകുമാർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ പറയുന്നുണ്ട്. എന്താണ് യാഥാർത്ഥ്യം? ആ മണികൾ അറ്റകുറ്റപ്പണി നടത്തി ഒന്ന് മാളികപ്പുറത്തും ഒന്ന് പമ്പയിലും സ്ഥാപിച്ച കാര്യം രേഖാമൂലം ഹൈക്കോടതിയെ അറിയിച്ചതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്ന ചില പ്രചരണങ്ങളാണ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. സജീഷ്, ഡോക്ടർ ജിൻഡോ ജോൺ ഇവിടെ കൊടിമരത്ത് അങ്ങനെ താങ്കളുടെ അഭിപ്രായം പറഞ്ഞു ഞാൻ യാഥാർത്ഥ്യങ്ങളാണ് പറഞ്ഞത്. എനിക്കതിൽ മറുപടി ഉണ്ട്, 1-2 വാചകങ്ങൾ പറയണം. അല്ല സജീഷ്, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതല്ല. പറയാൻ ഹാഷ്മി ആര്? ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ജഡ്ജിയോ? ഞാൻ ഹൈക്കോടതി രേഖ വായിക്കുക. ഹാഷ്മിയുടെ അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ ഹൈക്കോടതി രേഖയാ വായിച്ചേ. ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിലെ ജഡ്ജി അല്ല ഹാഷ്മി. സജീഷേ, ഞാൻ ഹൈക്കോടതി രേഖയാ വായിച്ചേ. ഇപ്പൊ പറഞ്ഞതിൽ എനിക്ക് മറുപടി ഉണ്ട്. ഹൈക്കോടതി രേഖയാണ് ഞാൻ വായിച്ചത്. അത് അജയ് തറയിൽ പറഞ്ഞാലും സജീഷ് വ്യാജമാണ്. എനിക്ക് രേഖ അല്ല, ആഷ്മി ഏത് രേഖ കൊണ്ടുവന്നാലും എനിക്ക് മറുപടി ഉണ്ട്. കോടതി രേഖയാണ് വായിച്ചത്. കേൾക്കാനുള്ള ഉണ്ടാവണം. ആഷ്മി തീർപ്പ് കൽപ്പിക്കല്ലേ? ആഷ്മി തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ തീർപ്പ് കൽപ്പിച്ച കാര്യം ഞാൻ പറയുന്നതാണ് സജീഷ്. ഈ കള്ളന്മാർക്ക് വേണ്ടിയിട്ട് ഏത് കള്ളന്മാർക്ക് വേണ്ടിയിട്ട്?
ദേവൻ രാമചന്ദ്രനാണ് കള്ളൻ. അതിൽ എനിക്ക് അഭിപ്രായമുണ്ട്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് കള്ളന്മാര്. കേട്ടിട്ടാണ് അങ്ങനെ കൺക്ലൂഡ് ASP കുറുപ്പാണ് കള്ളൻ. ആരാ കള്ളൻ? ഞാനും കൂടി പറഞ്ഞിട്ട് ഹാഷ്മി കൺക്ലൂഡ് ചെയ്യും. അതെന്റെ അഭിപ്രായം എങ്ങനെ? കോടതി രേഖകളുടെ അടിസ്ഥാനത്തിൽ, കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞ എന്റെ അഭിപ്രായം എങ്ങനെ സതീഷേ? ഞാൻ പറയട്ടെ, പറയൂ. നിങ്ങളുടെ അഭിപ്രായമാണ് താങ്കൾ പറഞ്ഞത്. എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ശരിയെന്ന് അന്തിമമായി വില കൽപ്പിക്കാനൊന്നും ഹാഷ്മി ആയിട്ടില്ല. ഞാൻ പറഞ്ഞത് ശരിയാണ്. കാരണം എന്താണ്? ഞാൻ വായിക്കുന്ന കോടതി ഉത്തരവ്, കോടതി രേഖയാണ്. അങ്ങനെ പറഞ്ഞു വെച്ചതിൽ ഞാൻ എന്റെ അഭിപ്രായം കൂടി പറയട്ടെ. സതീഷ് ചിതലരിച്ചു എന്ന് പറഞ്ഞത് അജയ് തറയിൽ കൂട്ടിയത് കള്ളമാണ്, തെറ്റാണ്. ഞാൻ പറഞ്ഞത് കോടതി രേഖയാ. ഞാൻ പറഞ്ഞത് സത്യമോ ശരിയാ പറയുന്നത്? അതെന്താ എനിക്ക് പറയാൻ വേണ്ടി? ആയിക്കോട്ടെ, ഞാൻ പറയട്ടെ. ഹാഷ്മി പറഞ്ഞാൽ മാത്രമാവില്ലല്ലോ. എന്റെ അഭിപ്രായം കൂടി കേൾക്കൂ. ഹാഷ്മിക്ക് എന്താ ഇത്ര കേൾക്കാൻ പറ്റില്ലേ? അങ്ങ് അഭിപ്രായം പറയൂ. ഞാൻ പറയുന്നത് വസ്തുതയാണ്, ഫാക്ട്സാണ്. അങ്ങ് പറഞ്ഞ അഭിപ്രായമാണ്, പറഞ്ഞോളൂ. അതുപോലെ ഞാൻ പറയുന്ന ഒന്ന് ഹാഷ്മി കേൾക്കൂ. ഹാഷ്മി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. ഒരു കാര്യം, ഹാഷ്മിക്ക് അജയ് തറയലിനെയോ കോൺഗ്രസിനെയോ ന്യായീകരിക്കേണ്ട ആവശ്യം ഉണ്ടാകും. അജയ് തറയിൽ ഇവിടെ പത്രസമ്മേളനം ഉൾപ്പെടെ നടത്തി പറഞ്ഞ കാര്യത്തിൽ ഹാഷ്മി പറഞ്ഞെടുത്ത് ലേപനം നിൽക്കുമെന്നൊന്നുമല്ല പറഞ്ഞത്. ഇവിടെ പറഞ്ഞെന്താണ്? ലേപനത്തിൽ കുഴപ്പമുണ്ട് എന്നുള്ളതൊന്ന് ഈ കണ്ടെത്തിയ കാര്യമല്ല പറഞ്ഞത്. അതിന്റെ അടിയിൽ ഉൾപ്പെടെ ജീർണതയുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞ രേഖ വായിച്ചേ. ഈ പറഞ്ഞ കോൺഗ്രസിന്റെ കാലത്തെ പ്രശ്നങ്ങളിൽ വരുന്ന, ഞാൻ പറയട്ടെ, ആഷ്മിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, അജയ് തറയിൽ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ വാചകത്തെ കുറിച്ച് പറയുന്നു. ഞാനത് അവസാനിപ്പിക്കട്ടെ, ആ വാചകം അവസാനിപ്പിക്കട്ടെ. ആഷ്മി വല്ലാതെ പ്രയാസപ്പെടല്ലേ? ആഷ്മി അല്ലല്ലോ പറഞ്ഞത്. അജയ് തറയിൽ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെ പറയുമ്പോൾ ആഷ്മിക്ക് ഒരു തരത്തിലും പൊള്ളരുത്. ആഷ്മിയെ പറഞ്ഞില്ല. തറയിൽ പറഞ്ഞ അസത്യമാണ്, അറിവില്ലാതെ പറയുന്ന കാര്യം. ഞാൻ വായിക്കുന്ന രേഖയാ, ഞാൻ അയച്ചു തരാം. അറിവില്ലാതെയല്ല കള്ളൻ പറയുന്നത്, അറിവില്ലാതെ കട്ടതാണെന്നാണോ ആഷ്മി പറയുന്നത്? നമ്മൾ പറഞ്ഞത് കട്ട കാര്യമല്ലല്ലോ, നമ്മൾ പറഞ്ഞത് ചിതലരിച്ച കാര്യമാണല്ലോ. ചിതലരിക്കുക എന്നൊരു വാക്ക് എവിടെയും ഇല്ല അതിനകത്ത്. കളവ് പറയുന്നു, അറിവില്ലാതെ എന്ന് പ്രയോഗിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? എന്നാ കളവ് പറയുന്നു. അറിവില്ലാതെ എവിടെയും പറയുന്നില്ല. കോൺഗ്രസ് മെമ്പർ പറഞ്ഞത് ഇതിൽ ഒരു പേപ്പറിലും ചിതലരിച്ച കാര്യം പറയുന്നേയില്ല. ആഷ്മിയുടെ രാഷ്ട്രീയമാണ്. എന്തുവാ സതീഷ് പറയട്ടെ, ഞാൻ ഹൈക്കോടതി രേഖ വെച്ച് പറയുമ്പോഴേക്കും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ശരിയാവും. പൊള്ളരുത്. കാരണം ഞാൻ പറയുന്നത് ആഷ്മിയെ കുറിച്ചല്ല, ഞാൻ പറയുന്നത് അജയ് തറയിൽ എന്ന് പറയുന്ന UDFന്റെ കോൺഗ്രസിന്റെ നേതാവിന്റെ വാചകങ്ങളെ കുറിച്ചാണ്. അപ്പോൾ അത് അറിയാതെ പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞ് ജാമ്യം എടുക്കാൻ ഹാഷ്മി അജയ് തറയിലിന്റെ വക്കീലായിക്കോ? എനിക്ക് അജയ് തറയിൽ പറഞ്ഞ അറിവില്ലാതെ ഞാൻ പറയാം. അജയ് തറയിൽ അങ്ങനെയാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് കള്ളം പറഞ്ഞു ഞാൻ പറയാം. പറയണം, ചിതലരിച്ചു എന്ന ഒരു പ്രയോഗം എവിടെയില്ല. തറയിൽ അറിവില്ലാതെ എന്ന് പറയുമ്പോ പറയട്ടെ, ചിതലരിച്ചതാണെന്ന് ആര് പറഞ്ഞാലും, സതീഷ് പറഞ്ഞാണെങ്കിലും, അത് സതീഷ് പറഞ്ഞാണെങ്കിലും തറയിൽ പറഞ്ഞാണെങ്കിലും അറിവില്ലാതെ പറയുന്നതാണ്. അല്ലല്ലല്ലല്ല, നിൽക്കൂ. ആഷ്മി പ്രയാസപ്പെടല്ലേ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അതായത് അജയ് തറയിൽ ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങളുണ്ട്, ഇതിൽ ജീർണതയുണ്ടായിരുന്നു, ഇത് ചിതലരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് മാറ്റിയത് എന്ന് പറഞ്ഞു. ആഷ്മി പറയുന്നു അത് അറിവില്ലാതെ പറഞ്ഞതല്ല, അറിഞ്ഞിട്ടും എന്താണ് അറിവില്ല എന്ന് ആയിരിക്കാമെന്നല്ല ആണ്. പിന്നെ രണ്ടാമത്തെ വിഷയം മണികളുടെ കാര്യത്തിൽ പറഞ്ഞു. ഈ മണികൾ ഉൾപ്പെടെ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി ഈ പറഞ്ഞ 2017 പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ആരെ ചുമതലപ്പെടുത്തുന്നത്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കള്ളനെ ചുമതലപ്പെടുത്തുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അന്ന് മണി പോയി തിരിച്ചു കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചപ്പോൾ അത് എന്താണ് കൃത്യമായി ചെയ്തതാണ് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അങ്ങനെ ഒരു ISI ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഹാഷ്മിയെ ചുമതലപ്പെടുത്തിയിട്ടില്ലല്ലോ. അതിൽ ഒരു തെറ്റ് നടന്നിട്ടില്ല എന്ന് ഹാഷ്മിക്ക് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റുമോ? ഹൈക്കോടതിയുടെ റിപ്പോർട്ട് വായിച്ചാൽ ഒരു ക്രമക്കേട് നടന്നിട്ടില്ലെന്ന് ഉറപ്പ് പറയാൻ പറ്റും. ഹൈക്കോടതി റിപ്പോർട്ട് വായിച്ചാൽ, ASP കുറിപ്പിന്റെ ഇടക്കാല റിപ്പോർട്ടുകൾ വായിച്ചാൽ ഹാഷ്മി കുറെ വാദങ്ങൾ പലപ്പോഴും ഉന്നയിച്ചിരുന്നു. അങ്ങേക്ക് അറിവില്ലാത്തൊരു കാര്യത്തിൽ തർക്കിക്കരുത്. ഞാൻ അങ്ങേക്ക് ഈ ഇടക്കാല ഉത്തരവുകളും കോടതിയുടെ ഫൈനൽ റിപ്പോർട്ട് ഞാൻ അയച്ചു തരാം, മണിയുടെ കാര്യത്തിലടക്കം. എന്നിട്ട് തിരുത്തിയാൽ മതി. ശ്രീ ജിൻഡോ, മണിയുടെ കാര്യത്തിൽ ഞാൻ അയച്ചു തരാം, എന്നിട്ട് തിരുത്തിയാൽ മതി. ഇതിനകത്ത് കൂടുതൽ പരിശോധനയിലേക്ക് പോകുമ്പോൾ കള്ളന്മാർ അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് വരുന്നു. അത് അന്വേഷിക്കാനാണ് കോടതി പറഞ്ഞത്. അതിൽ ഹാഷ്മിക്ക് വാദമുണ്ടെങ്കിൽ ഹാഷ്മിക്കും സതീഷ്, ഞാൻ പറയുന്ന എന്റെ വാദങ്ങളല്ല, ഞാൻ പറയുന്നത് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെയും മറ്റൊരു ജഡ്ജിയും ഉള്ള ഡിവിഷൻ ബെഞ്ചിൽ സമർപ്പിക്കപ്പെട്ട കോടതി നിയമിച്ച ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച റിപ്പോർട്ടിലെ വാദങ്ങളാണ്. 2 മണികളുടെ കാര്യം, മണികളെടുത്ത് ലക്ഷങ്ങൾ മുടക്കി അറ്റകുറ്റപ്പണി നടത്തി, ഒന്ന് മാളികപ്പുറത്തും ഒന്ന് പമ്പയിലും സ്ഥാപിച്ച കാര്യം ആ റിപ്പോർട്ടിൽ പറയുന്നതാണ്. ചിതലരിച്ച കാര്യം ചിതലരിച്ചിട്ട് ഇല്ലെന്നും അല്ലെങ്കിൽ അങ്ങനെ വാദമേ ഇല്ലെന്നും ദേവപ്രശ്നത്തിൽ പറയുന്നത് ലേപനമാണെന്നും കോൺക്രീറ്റിലെ വിള്ളലാണെന്നും പറയുന്നത് ആ കോടതി റിപ്പോർട്ടാണ് പറയുന്നത്. ഹാഷ്മി ഉറപ്പുണ്ടെങ്കിൽ പറയേ, എന്താണ്
ഹാഷ്മിക്ക് ഉറപ്പുണ്ടോ മണികൾ ഇതുപോലെ കട്ടിലപ്പാളിയും പീഠവും കൊണ്ടുപോയതുപോലെ തിരിച്ചു കൊണ്ടുവന്ന് വെച്ചപ്പോ അന്ന് ശ്രദ്ധയിൽപ്പെടാതെ പോയതാണ്, അതിൽ കുഴപ്പം കാണിച്ചിട്ടില്ല എന്ന് ഹാഷ്മിക്ക് ഉറപ്പ് ഇപ്പൊ പറയാൻ വേണ്ടി പറ്റുമോ? എനിക്കങ്ങനെ പറയാൻ പറ്റുക? നമ്മൾ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ നമ്മുടെ മുന്നിലുള്ളൂ. പോയപ്പോ ഞാൻ പറയുന്ന അസംഷൻസ് അല്ല, ഞാൻ പറയുന്നത് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലെ വാദങ്ങളാണ്, അത്രേ ഉള്ളൂ. അതെന്റെ അഭിപ്രായമാണ്, എന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ റിപ്പോർട്ട് അയച്ചു മനസ്സിലാവും. കോടതി ഉൾപ്പെടെ തെറ്റായ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഇവർ കള്ളന്മാരാണ് എന്ന് ഇപ്പോഴാണ് ബോധ്യമായത്. എന്നാണ് അങ്ങനെ പറ. അതായത് അന്ന് നടക്കുമ്പോഴാണ് ഇങ്ങനെ പലതും പണ്ടും ചെയ്തിട്ടുണ്ട്, അന്ന് ഡിവിഷൻ ബെഞ്ചിലെ അടക്കം തെറ്റിദ്ധരിക്കുന്നു എന്ന് അങ്ങനെ പറ. അതല്ലാതെ നമ്മുടെ ഈ നമ്മുടെ സമക്ഷമുള്ള കോടതി ഉത്തരവിൽ അങ്ങ് അവിശ്വാസം കാണിക്കല്ലേ? പണ്ട് പോറ്റി ഗംഭീരനായിരുന്നു എന്ന വാദത്തിൽ നിൽക്കുന്നുണ്ടോ എന്ന ചോദ്യം. എസ് കെ സജീഷ്, നമുക്ക് മുന്നിൽ ഞാൻ വാദിക്കുന്നത്, ഞാൻ പറയുന്നത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ വന്ന യാഥാർത്ഥ്യങ്ങളാണ്, ആ കോടതി അംഗീകരിച്ച റിപ്പോർട്ടുകളാണ്, ഫൈനൽ റിപ്പോർട്ടാണ്, ഉത്തരവാണ്. കോടതി പറഞ്ഞ യാഥാർത്ഥ്യമല്ലേ? അന്വേഷിച്ചോട്ടെ, അന്വേഷിച്ചോട്ടെ. ഒന്നാമത്തെ കാര്യം മണിയൊന്നും അന്വേഷിക്കുന്നില്ല. കൂടുതൽ അന്വേഷിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം മണി അന്വേഷിക്കുന്നില്ല. മുന്നിൽ നിന്ന ഈ ആളുകൾ കള്ളന്മാരാണ്, കൊള്ളക്കാരാണ് എന്ന് വ്യക്തമായതുകൊണ്ടാണ് അന്വേഷണം പുറകോട്ട് പോകുന്നത്. ഓക്കെ, പൊക്കോട്ടെ, എത്ര വേണേ പുറകോട്ട് പോകട്ടെ, അന്വേഷിക്കണ്ട എന്നാണോ എത്ര വേണേ പുറകോട്ട് പോകട്ടെ. പക്ഷെ നമുക്ക് മുന്നിലുള്ള ഇന്നത്തെ പോറ്റി കള്ളൻ എസ് കെ സജീഷ്, ഞാൻ നമുക്ക് മുന്നിലുള്ള ഹൈക്കോടതിയുടെ 6 ഇടക്കാല ഉത്തരവുകൾ, ഫൈനൽ റിപ്പോർട്ട് ഞാൻ വായിക്കുന്നത്. അതല്ല, ഞാൻ എന്റെ ഒരു വാക്ക് എന്റെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഞാൻ കോടതി ഉത്തരവേ വായിച്ചുള്ളൂ. സജീഷെ വിട്ടക്ക്. ശ്രീ ജിൻഡോ, ഇവിടെ എന്ത് കോടതി ഉത്തരവാണെങ്കിലും കൊടിമരത്തിലേക്ക് അന്വേഷണം പോവാണ്. തന്നെയാണ് തിരിച്ച് പരിശോധിക്കണം എന്ന് പറഞ്ഞത്. ആയിക്കോട്ടെ, അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ആഷ്മി എന്ന് പറയുന്ന അവതാരകൻ നിഷ്പക്ഷനാണെങ്കിൽ അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ലാതെ പോറ്റിയെയും ഈ പറഞ്ഞ കൂട്ടരെയും അജയ് തറയിലിനെയും ഒക്കെ എന്താണ് അവർക്ക് തെറ്റുപറ്റിയതായിരിക്കും, എന്തല്ലോ പറയല്ലേ. ഞാൻ കോടതി ഉത്തരവ് അയച്ചു തരാം, അത് വായിച്ചു നോക്കും. നീക്കി വെച്ചതായിരിക്കും. മണിയുടെ കാര്യത്തിൽ ഞാൻ കോടതി ഉത്തരവ് അയച്ചു തരാം. മണിയുടെ കാര്യത്തിൽ ഞാൻ കോടതി ഉത്തരവ് അയച്ചു തരാം. എന്നിട്ട് മണി കാണുന്നത് എന്ന് പറയാതിരുന്നാൽ മതി. ഓക്കെ, വിട്ടേക്ക്. ജിൻഡോ, മണിയുടെ കാര്യത്തിൽ അന്നത്തെ കാര്യമല്ലേ പറയുന്നത് ഹാഷ്മി? ആ മണി കൊണ്ടുപോയ മണി പോയിട്ടില്ല, മണി അവിടെ ഉണ്ട്. മണി ആരും എടുത്തോണ്ട് പോയില്ല. മണി പമ്പയിൽ ഇരിപ്പുണ്ട്, മണി മാളികപ്പുറത്ത് ഇരിപ്പുണ്ട്. വിട്ടേക്ക്. സ്വർണ്ണം പൂച്ചിട്ടില്ലേ? മണി വിട്ടേക്ക്. മണി പോയി എന്നല്ല, മണിയിലും സ്വർണ്ണം പൂച്ചിട്ടില്ലേ? മണി അതിന്റെ മുകളിലും സ്വർണ്ണം ഉണ്ടായിരുന്നില്ലേ? പതിപ്പിച്ച സ്വർണ്ണം ഇതുപോലെ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, അത് തന്നെയാണ് ഇല്ല. മണിയുടെ മുകളിൽ സ്വർണ്ണം ഇല്ല. ഉറപ്പ് പറയാൻ വേണ്ടി പറ്റുമോ? മണിയുടെ മുകളിൽ സ്വർണ്ണം ഇല്ല. മണിയുടെ മുകളിൽ സ്വർണ്ണം ഇല്ല. അതേ സാധനം തന്നെയാണോ? മണിക്കുള്ള പ്രശ്നം മണിക്കൊരെണ്ണത്തിന് നാക്കില്ലായിരുന്നു. അന്ന് കൊണ്ടുപോയത് തന്നെയാണോ? എസ് കെ സജീഷ്, മണിക്കൊരെണ്ണത്തിന് നാക്കില്ലായിരുന്നു. ആ നാക്കടക്കം അറ്റകുറ്റപ്പണി നടത്തി ഒന്ന് പമ്പയിൽ ഒന്ന് മാളികപ്പുറത്തും ലക്ഷങ്ങൾ എത്ര 1.5 ലക്ഷം അടക്കം മുടക്കി സ്ഥാപിച്ച കാര്യം അവിടെ ഇത് പറയുന്നുണ്ട്. ഞാൻ അയച്ചുതരാം, വായിച്ചു നോക്കുന്നു. ഈ പറഞ്ഞ രീതിയിൽ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. ഒരു കുഴപ്പമില്ല, ഒരു വർഷം ഞാൻ അങ്ങ് അയച്ചുതരാം. അങ്ങ് അയച്ചാൽ അങ്ങേക്ക് അങ്ങയുടെ അവ്യക്തമാണെന്നാണ് എന്റെ വിശ്വാസം. വിട്ടേക്കോ, സമ്മതിക്കേണ്ട പക്ഷേ. ഓക്കെ ജിൻഡോ, എനിക്കൊരു അവ്യക്തതയില്ല. അങ്ങ് സമ്മതിക്കട്ടെ. അങ്ങ് റിപ്പോർട്ട് വായിച്ചിട്ടില്ല. ഞാൻ ആ റിപ്പോർട്ട് അങ്ങ് അയച്ചു തരും. അങ്ങ് അത് വായിച്ചതിന് ശേഷം മാത്രം ബോധ്യപ്പെട്ടാൽ മതി. അങ്ങ് സമ്മതിക്കേണ്ട കാര്യമില്ല. ജിൻഡോ, ഇവിടെ കൊടിമരത്തിൽ നിങ്ങൾ കുടുങ്ങോ? അങ്ങനെ പല റിപ്പോർട്ടും ഉണ്ടായിരുന്നു. അറിയാൻ വേണ്ടി വായിക്കും. അപ്പുറത്തേക്കാണ് ഞാൻ അങ്ങ് അയച്ചു തരാം. അങ്ങ് വെറുതെ ഒന്ന് വായിക്കും. കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകണമെന്ന് കോടതി ഇപ്പോൾ പറയുന്നത്. എസ് കെ, ഞാൻ അങ്ങ് അയച്ചു തരാം. അങ്ങ് വെറുതെ ഒന്ന് വായിക്കും. ഓക്കെ ജിൻഡോ. അല്ല, അന്ന് നടന്നൊക്കെ ഗംഭീരമാണ് എന്നാണോ പറയുന്നത്? അന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷണം നടക്കും. അതിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും. സ്പോൺസറാക്കി മാറ്റിയത് ഉൾപ്പെടെ പ്രധാനപ്പെട്ടതാണ്. കയറി നിറങ്ങാനുള്ള സാഹചര്യം ഉണ്ടായത്. എല്ലാ അന്വേഷണം വരട്ടെ. ഓക്കെ ജിൻഡോ, അത് തന്നെ, എല്ലാം വരട്ടെ. എല്ലാ അന്വേഷണവും വരട്ടെ, അതാ നല്ലത്. അങ്ങനെ അവിടെ എത്തുമ്പോ വളരെ സന്തോഷം. റിപ്പോർട്ട് അയച്ചു തരാം. മണി എവിടെയും പോയിട്ടില്ല, മണി അവിടെ ഉണ്ട്. കോട്ടൂര് മാറ്റി റിപ്പോർട്ട് അയച്ചു തരാം. മണി എവിടെയും പോയിട്ടില്ല, മണി അവിടെ ഉണ്ട്. 2 മണി അവിടെ ഉണ്ട്. ജിൻഡോ പറഞ്ഞു. എല്ലാം അവിടെ ഉണ്ട്. അത്ര പറഞ്ഞോളൂ. മണിവിട് എനിക്ക് വേറെ കുറച്ച് കാര്യം പറയാനുണ്ട്. സജീഷ് പറഞ്ഞ കാര്യം കറക്റ്റാണ്. കൂടുതൽ അന്വേഷണം മുന്നോട്ട് പോകുന്നതോറും കൂടുതൽ അമ്പലക്കള്ളന്മാർ പിടിയിലാക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു കാര്യം ഞാൻ സജീഷിനോട് ചോദിക്കട്ടെ, ഈ പത്മകുമാറും വാസുവും ശങ്കർദാസും ഒക്കെ ജയിലിൽ കിടക്കുന്നത് എങ്ങനെയാണ്? അവരെ ജയിലിൽ കയറ്റിയത് ആരാണ്? എന്ത് കാരണത്താലാണ് അവർ ജയിലിൽ പോയത്? നിങ്ങൾക്ക് അതിന് ഉത്തരവുണ്ടോ? അതിന് ഉത്തരവില്ല. ഇനി നിങ്ങൾ കൊടിമരത്തെക്കുറിച്ച് പറഞ്ഞു. കൊടിമരത്തിന്റെ പേരിൽ അനധികൃതമായിട്ട് പണപ്പിരിവ് നടത്തി സിനിമാ താരങ്ങൾ അടക്കമുള്ളവരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിരിവെടുത്തു എന്ന് താങ്കൾ പറഞ്ഞു. താങ്കളുടെ മുമ്പിൽ ഇതുവരെ അങ്ങനെ ഒരു റിപ്പോർട്ടും രേഖയും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ ഈ ചർച്ചയിൽ പറയണം. ഏത് സിനിമാ താരമാണ് കൊടുത്തത്, എത്ര കോടിയാണ് കൊടുത്തത്, എങ്ങനെയാണ് കൊടുത്തത്, ആർക്കാണ് കൊടുത്തത് എന്നൊക്കെ താങ്കൾ ഈ ചർച്ചയിൽ പറയണം.
അല്ലെങ്കിൽ താങ്കൾ ആ വിവരം കിട്ടുന്നവരെങ്കിലും അത് പറയാതിരിക്കാനുള്ള മര്യാദ കാണിക്കണം. അടുത്തത്, ഈ കൊടിമരം മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അഭിഭാഷക കമ്മീഷന്റെ സാന്നിധ്യത്തിൽ, അവിടുത്തെ എല്ലാ ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ സാന്നിധ്യത്തിൽ പരസ്യമായിട്ട് അത് ചെയ്തു. വാജിവാഹനം തന്ത്രിക്ക് കൈമാറി. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഹൈക്കോടതിക്ക് കൊടുത്തു. ഹൈക്കോടതി അത് എൻഡോഴ്സ് ചെയ്തു. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുള്ള വിവരങ്ങളാണ്. അതിനപ്പുറത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം. പിന്നെ താങ്കളുടെ തന്നെ സഖാവായിട്ടുള്ള അനിൽകുമാർ പറഞ്ഞതുപോലെ കാണാതായ 2 മണികളും കണ്ടെത്തിയിട്ടുണ്ട്, അതും അവിടെ എത്തിയിട്ടുണ്ട്. അക്കാര്യത്തിലും നിങ്ങൾക്ക് തർക്കമുണ്ടെങ്കിൽ തർക്കം നിങ്ങൾക്ക് പറയാം. ഇതൊക്കെ പറയേണ്ടത് ഹൈക്കോടതിയുടെ മുമ്പിലാണ്. കാരണം ഹൈക്കോടതി എൻഡോഴ്സ് ചെയ്ത രേഖകളിലാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ അജയ് തറയിൽ ചിതലരിച്ചു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് താങ്കളുടെ കയ്യിൽ ഇപ്പോഴുണ്ടോ? ഉണ്ടെങ്കിൽ താങ്കൾ എത്രയും പെട്ടെന്ന് ഈ ചർച്ച തീരുന്നതിന് മുമ്പായിട്ട് അത് പറയണം. ഞാൻ മനസ്സിലാക്കിയതോടത്തോളം അജയ് തറയിൽ പറഞ്ഞത് കൊടിമരത്തിന് ജീർണത സംഭവിച്ചു, ദേവപ്രശ്നത്തിൽ ജീർണത സംഭവിച്ചായിട്ട് കണ്ടെത്തി, അതുകൊണ്ട് അത് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറത്ത് കോൺക്രീറ്റ് കൊടിമരം ചിതലരിച്ചു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അജയ് തറയിലിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ വന്നിട്ടുണ്ടെങ്കിൽ താങ്കൾ അതിന്റെ വിഷ്വൽ, അതിന്റെ അദ്ദേഹത്തിന് തെറ്റാണ് ജിൻഡോ, അത് അവാസ്തവമാണ്. അങ്ങനെ ഒരു ചിതലിന്റെ പ്രശ്നം ഇതിലെവിടെ ആരും പറയുന്നില്ലെന്നേ. ഒരു പ്രൊപ്പോണ്ട പോലെ എല്ലാവരും ചിതലരിച്ച എങ്ങനെ കോൺക്രീറ്റ് എന്ന് എല്ലാവരും പറഞ്ഞ് അങ്ങനെ ശരിയാവുക? അങ്ങനെ ചിതലിന്റെ പ്രശ്നം ആരും എവിടെയും പറയുന്നില്ല, പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അടക്കം പറഞ്ഞു ചിതൽ എന്ന് പറഞ്ഞു. എവിടെ ചിതലിന്റെ കാര്യം ആരും എവിടെയും പറഞ്ഞിട്ടില്ല. ഈ ചിതൽ എവിടുന്ന് വന്നു ജിൻഡോ? അത് തന്നെയാണ് എനിക്കും അത് തന്നെയാ പറയാനുള്ളത്. അങ്ങനെ അജയ് തറയിൽ പറഞ്ഞിട്ടില്ല, നമ്മൾ ആരും കേട്ടിട്ടില്ല. കോൺക്രീറ്റ് ചിതലരിക്കും എന്നുള്ള സിദ്ധാന്തം മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് മാത്രമാണ് അറിയുന്നത്. ഇനി അതിനപ്പുറത്ത് സജീഷ് പറഞ്ഞ വാദത്തെ എൻഡോഴ്സ് ചെയ്യുന്ന വിവരങ്ങൾ, വീഡിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ താങ്കളുടെ മുമ്പിലുണ്ടെങ്കിൽ താങ്കൾ ഈ ചർച്ച തീരുന്നതിന് മുമ്പായിട്ട് പറയണം. വെറുതെ അങ്ങ് പറഞ്ഞിട്ട് പോകുന്നത് ശരിയല്ല. ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ പോറ്റി എന്ന് ശബരിമലയിൽ വന്നു എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. പോറ്റി ജനിച്ച കാലം തൊട്ട് പോറ്റിയുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും പരിചയക്കാരെയും ഒക്കെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പോറ്റി ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് ഏത് കാലത്താണ്? അത് 2019 അതിനുശേഷം വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പൂഴ്ത്തി വെച്ച് വീണ്ടും 2024 വീണ്ടും ഇതേ പോറ്റിയെ തന്നെ ഈ പണിയെ ഏൽപ്പിക്കാൻ നോക്കിയത് ആരാണ്? ഇതേ സർക്കാരാണ്. 2025 ഹൈക്കോടതി കയ്യോടെ പിടിച്ചത് ആരെയാണ്? ഇതേ ദേവസ്വം ബോർഡിനെയും ഇതേ സർക്കാരിനെയും തന്നെയാണ്. അപ്പൊ പോറ്റി സ്വർണ്ണക്കൊള്ള നടത്തി എന്ന് അറിഞ്ഞിട്ടും അത് മൂടി വെച്ച് സംരക്ഷിച്ച LDF സർക്കാർ അതുകൊണ്ടാണ് പ്രതി ചേർക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പോറ്റി മോശക്കാരനാണെന്നാണല്ലോ താങ്കൾ പറയുന്നത്. ഈ മോശക്കാരനായിട്ടുള്ള പോറ്റിയോട് പങ്ക് കച്ചവടം നടത്തി ഇപ്പോൾ റിമാൻഡ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുന്ന, ഹൈക്കോടതി റിമാൻഡ് ചെയ്ത, SITയുടെ റിപ്പോർട്ട് പ്രകാരം റിമാൻഡ് ചെയ്ത പത്മകുമാറും വാസുവും ശങ്കർദാസും ഒക്കെ കുഴപ്പക്കാരാണോ? ഇവരെ അമ്പലക്കള്ളന്മാരായിട്ട് നിങ്ങൾ പരിഗണിക്കുന്നുണ്ടോ? അമ്പലക്കള്ളന്മാരെന്ന് താങ്കൾ പറഞ്ഞ ഗണത്തിൽ പെടുന്നവരാണോ ഇവർ? അത്തരം കാര്യങ്ങൾ മാത്രം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ അധികം ദീർഘമായിട്ട് സംസാരിക്കില്ല, കാരണം താങ്കൾക്ക് കുറെ അധികം പറയാനുണ്ടാവും. എനിക്ക് അത്രയും അധികം പറയാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ അത് പറയാത്തത്. സുഭാഷ് ബാബു ഇവിടെ നമ്മുടെ അന്ന് ഈ കോടതിയിൽ കൊടുത്ത ഇടക്കാല റിപ്പോർട്ടും ഒക്കെ ഞാൻ മൊത്തം വായിച്ചാണ്. അപ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ കൊടിമരത്തിൽ സ്വർണം പൂശുമ്പോൾ താഴെ മണ്ണിൽ വീണ സ്വർണ്ണത്തരികൾ ഈ കുറുപ്പ് സാറ് നേതൃത്വം നൽകി മണ്ണിൽ നരിച്ചെടുത്ത് ആ സ്വർണം കൂടി രേഖയിലേക്ക് ഉൾപ്പെടുത്തിയ കാര്യവും 3,20,00,000-ൽ 13 ലക്ഷം മിച്ചം പിടിച്ച് അത് 10 ലക്ഷം ദേവസ്വം ബോർഡിന് കൊടുക്കുകയും 3 ലക്ഷം രൂപ പൂജയ്ക്ക് വേണ്ടി വേണം എന്ന് ശുപാർശ നടത്തുകയും ചെയ്യുകയും ഹൈക്കോടതിയും ഈ കുറുപ്പ് സാറിന് എത്ര രൂപ വേണമെന്ന് ചോദിക്കുമ്പോൾ ഇതെനിക്ക് അയ്യപ്പൻ്റെ സമർപ്പണം ഞാൻ ചെയ്യുന്നതാണ്, പണം വേണ്ട എന്ന് പറയുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വളരെ അഭിനന്ദനാർഹമാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഡിവിഷൻ ബെഞ്ച് അത് പാസ്സാക്കുന്നത്. അതിൽ മണിയുടെ കാര്യം പറയുന്നത് ഇങ്ങനെയാണ്: ദ 2 bells removed from the Sannidhanam was repaired and the same had to be installed at Maligappuram and Pamba. In my pursuit to find out 2 sponsors for this purpose, by the grace of God, I got 2 persons, Mr. Mohandas, who is the proprietor of South Park Hotel at Trivandrum. എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഏത് രീതിയിലാണ് അദ്ദേഹം ഇതിന് പണം കണ്ടെത്താൻ നോക്കിയതെന്നും അതിലേത് രീതിയിലാണ് ഈ മണികൾ അറ്റകുറ്റപ്പണി നടത്തിയതെന്നും ഏത് രീതിയിലാണ് അത് തിരികെ സ്ഥാപിച്ചതെന്നും വളരെ വിശദമായി തന്നെ എഴുതുന്നുണ്ട്. പോറ്റിയെ ഏൽപ്പിച്ച കാര്യമോ സ്വർണം പൂശിയ കാര്യമോ ഒന്നും ആ റിപ്പോർട്ടിൽ ആരും എവിടെയും പറയുന്നില്ല. ഇത് പോറ്റിയെ ഏൽപ്പിച്ചു എന്നുള്ള സത്യമാണെന്ന് ആർക്കറിയാം. അപ്പോൾ അങ്ങനെ 2019 നടന്ന മാരകമായൊരു ക്ഷേത്രക്കൊള്ള എന്നുള്ളത് യാഥാർത്ഥ്യമായി നിൽക്കെ അതിന് മുമ്പുള്ള കുറേ കാര്യങ്ങൾ കൂടി ഇതിലേക്ക് കൊണ്ടുവരിക എന്നൊരു ബാലൻസിങ് ആരും സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ പറ്റുമോ ശ്രീ സുഭാഷ് ബാബു? അല്ലാതെ ഇപ്പോൾ SIT കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഇങ്ങനൊരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അത് വിജിലൻസിൻ്റെ ഒരു ത്വരിത അന്വേഷണം നടത്തുകയും ആ ത്വരിത അന്വേഷണത്തിൽ പ്രതിപാദ്യ വിഷയമായിട്ട് ഇന്ന് പറഞ്ഞു കണ്ടത്, അതായത് അന്ന് ഈ കൊടിമരത്തിൻ്റെ വാജിവാഹന നിർമ്മാണം സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ അത് മാറ്റുന്നത് സംബന്ധിച്ചിട്ട് കുറേ അധികം പണം സ്പോൺസറായിട്ട് കൊടുത്തു. അത് മുഴുവൻ അഡ്വക്കേറ്റ് കമ്മീഷണർ പറയുന്നത്, അഡ്വക്കേറ്റ് കമ്മീഷണർ പറഞ്ഞാൽ കോടതിയുടെ ഉദ്യോഗസ്ഥൻ തന്നെയാണ്, അദ്ദേഹത്തിനെ നമ്മൾ പുറത്തെ ഒരാളായിട്ട് കാണാൻ പാടില്ല എന്നാണ് നിയമം തന്നെ പറയുന്നത്.
അദ്ദേഹം അത് സവിസ്തരം റിപ്പോർട്ട് കൊടുത്തു, കോടതി ബോധ്യപ്പെടുത്തു, കോടതി അംഗീകരിച്ചത് കൊണ്ട് അത് ആ പ്രശ്നം അതോടുകൂടി അവസാനിച്ച് അതിനകത്ത് എന്തെങ്കിലും തർക്കമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടാമത് പുനരന്വേഷണത്തിന് പ്രശ്നമൊന്നും വരുന്നില്ല. അത് അന്വേഷിക്കണമെന്ന് ആരും പറഞ്ഞിട്ടുമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അന്ന് കുറച്ച് സ്വർണം പല ആളുകളിൽ നിന്ന് സമാഹരിച്ചതായിട്ട് പറയുന്നു. അത് SIT ആണ് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ സമാഹരിച്ചതായിട്ട് പറയുന്നുണ്ട്. അത് ദേവസ്വം വിജിലൻസും അങ്ങനെ ഒരു പരാമർശം അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് വ്യക്തമായ കണക്കുകൾ അവിടെ സൂക്ഷിച്ചിട്ടില്ല. അവിടെ സ്റ്റോക്ക് രജിസ്റ്ററോ മറ്റേലും ഉൾപ്പെടുത്താതെ കുറേ സ്വർണം അതേമാതിരി ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സംശയമുണ്ട്. ആ സംശയത്തിൻ്റെ സാഹചര്യത്തിലാണ് അന്വേഷണം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ വകമാറ്റി ആ സ്വർണം മറ്റാരുടെയെങ്കിലും സൗകര്യത്തിനോ അല്ലെങ്കിൽ അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചാണ് വിജിലൻസ് അന്വേഷണം പറഞ്ഞിരിക്കുന്നത്. അത് അന്വേഷിക്കട്ടെ, അന്വേഷിക്കുന്നത് തെറ്റൊന്നുമില്ല. അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ വ്യക്തികൾ ആരാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരും. പക്ഷേ ആ നേരത്തെ ശ്രീ ഹാഷ്മി പറഞ്ഞ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്നിരിക്കുന്ന എല്ലാ സ്പോൺസർമാരുടെയിൽ നിന്നും പണം വാങ്ങിയതും അതിനു വേണ്ടിയിട്ടുള്ള സൂപ്പർവിഷനും മോണിറ്ററിങ് നടത്തിയത് അഡ്വക്കേറ്റ് കമ്മീഷണറാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ് ചെയ്തത്. അതിനകത്ത് പണം ബാക്കി വെക്കാൻ ഞാൻ ഇന്ന ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് വളരെ വിശദമായിട്ട് അദ്ദേഹം ഓരോ കാര്യങ്ങളും അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് കോടതി അംഗീകരിച്ചത്. കാരണം കോടതി അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ചെയ്തതായിരിക്കുമെന്ന് ഞാൻ ഇപ്പം ബലമായി വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ സ്വർണം അതിൻ്റെ പുറത്ത് ആരെങ്കിലും സ്വീകരിച്ചു എന്നുള്ള സംശയം അവിടെ നിലനിൽക്കുന്ന രീതിയിലൊരു റിപ്പോർട്ട് അവിടെ എത്തി ദേവസ്വം വിജിലൻസിൻ്റെ അവിടെ നിന്നും അതുപോലെ SIയുടെ ഭാഗത്ത് നിന്ന് ഡിവിഷൻ ബെഞ്ചിലേക്ക് കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് അത് അന്വേഷിക്കാൻ പറയുന്നത്. ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് അന്വേഷണം നടക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചോളം പ്രത്യേകം കേസെടുക്കാനും പറഞ്ഞിട്ടുണ്ട്. കേസെടുക്കട്ടെ, അന്വേഷണം മുന്നോട്ട് പോകും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്ന നമ്മുടെ ഇവിടുത്തെ ദ്വാരപാലകരും അല്ലെങ്കിൽ കട്ടിളപ്പടികളും അല്ലെങ്കിൽ വാതിൽപ്പാളികളും അതിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് ദ്വാരപാലകരെ കൊണ്ടുപോയതിനെ സംബന്ധിച്ചുമായിട്ട് ബന്ധം വരുന്നതല്ല. അത് പ്രത്യേക ഒരു സംഭവമാണ്. അതാണല്ലോ പ്രത്യേകം അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള തിരിമറി നടന്നിട്ടുണ്ട് അതിന് പ്രത്യേകം കേസെടുത്ത് അന്വേഷിക്കാനാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ വരുന്നതിന് ശേഷം അതിന് വേണമെങ്കിൽ കേസെടുക്കാൻ പറഞ്ഞു. അതെടുക്കട്ടെ, പോട്ടെ. പക്ഷേ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ശബരിമലയിലെ കൊള്ള സംബന്ധിച്ച് അല്ലെങ്കിൽ ഇതേ സംബന്ധിച്ച് അല്ലെങ്കിൽ അതെന്താണെന്ന് പറഞ്ഞാൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, മിസ്അപ്രോപ്രിയേഷൻ, ബ്രീച്ച് ഓഫ് ട്രസ്റ്റാണ് തീർച്ചയായിട്ടും അതിനകത്ത് വരുന്നത്. അങ്ങനെ വരുന്ന അവസരത്തിൽ അതിൻ്റെ കസ്റ്റോഡിയൻ അല്ലെ സംരക്ഷകരെ അല്ലെങ്കിൽ സൂക്ഷിപ്പുകാരെ അല്ലെ നോട്ടക്കാരായിരിക്കുന്ന ആളുകളുടെ അനുവാദത്തോടും അവരുടെ ഒത്താശയോടും അവരുടെ ഗൂഢാലോചനയോടും കൂടി അവരുടെ താല്പര്യപ്രകാരമാണ് അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത്. ഈ പുറത്തേക്ക് കൊണ്ടുപോയതിലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലാണ് ഇവർ കൊടുത്തയക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി കൊടുത്തു എന്ന് പറയുന്നത് ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി എന്ന് പറയുന്ന രണ്ടാളുകളാണ് ഇതുമായിട്ട് സ്വർണം ക്രയവിക്രയം ചെയ്യുന്നതിനോ മാറ്റുന്നതിനോ ഒരുക്കുന്നതിനോ ഒക്കെ അവരെ സഹായിച്ചു എന്ന് പറയും. അതുപോലെ ഹൈദരാബാദിലൊരു ഗ്രൂപ്പുണ്ട്, അതാരാന്ന് പറഞ്ഞ് ഇതുവരെ വന്നിട്ടില്ല. അവിടെ കൊണ്ടുവന്ന് വെച്ച് വേറെ പുതിയ പാളി ഉണ്ടാക്കിയെന്നൊക്കെ നമ്മൾ കേട്ടു. പക്ഷേ അത് പിന്നീടൊന്നും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വന്നില്ല. അതിനോടൊപ്പം തന്നെ ഈ പോറ്റിയെ ഇതിനു വേണ്ടി സഹായിച്ചതായിട്ട് വരുന്ന അനന്ത സുബ്രഹ്മണ്യനുണ്ട്, അതുപോലെ നാഗേഷ്, കൽപേഷ്, അങ്ങനെ പറയുന്ന പിന്നെ വാസുദേവൻ എന്ന് പറഞ്ഞ കുറേ ആളുകളുണ്ട്. ഇവരെയൊക്കെ SIT ചോദ്യം ചെയ്തു. അപ്പോൾ ഈ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇത്രയും ആളുകളും ബന്ധപ്പെട്ടിട്ടാണ് ഈ സ്വർണത്തിൻ്റെ എല്ലാ യാത്രയും കൈമാറ്റവും എവിടെയെങ്കിലും സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുകയോ ഒളിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൈമാറിയിട്ടുണ്ടോ ഇവരിൽ കൂടാണ് ചെയ്യുന്നത്. ഇവരിൽ നിന്ന് ഈ സ്വർണം പോയ വഴി എവിടാണ്, ആരുടെ അടുത്ത് എത്തി, ഏത് ഭാഗത്ത് നിൽക്കുന്നു, എങ്ങനെ വിറ്റോ വിറ്റില്ലയോ, ബാക്കി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കൃത്യമായിട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടുപിടിക്കേണ്ടതായിരുന്നു. ആ കണ്ടുപിടിക്കാനുള്ള സമയം ധാരാളത്തിലധികം കിട്ടി. ആ കിട്ടിയിട്ടും ഇതുവരെ അതേ സംബന്ധിച്ചൊരു ഒരു വ്യക്തത അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് വരുത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചുള്ള പൊതുവിൽ ഈ അന്വേഷണത്തിനകത്ത് വരുന്ന ഒരു വലിയ അഭിപ്രായ വ്യത്യാസം ഇതാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ അവർ പരാജയപ്പെട്ടു എന്ന് ന്യായമായും ആളുകൾ സംശയിക്കുന്നത് തെറ്റല്ല. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിന് അവരോട് മാത്രമേ പറ്റുള്ളൂ, അവരിൽ മാത്രമേ ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ളൂ. ആ ബന്ധപ്പെട്ട ആളുകളിൽ ഇതിനൊരു വ്യക്തത ഉണ്ടാക്കാൻ ഏതാണ്ടിപ്പം 120 ദിവസം ത്തിൽ കൂടുതലായിരിക്കുന്നു. അതിനുള്ളിൽ ഇത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല, കേസെടുത്തതിന് ശേഷം സാധിച്ചില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. അപ്പോൾ ഇതിനെ സംബന്ധിച്ചോളം പുതിയ കേസ് വന്നത് പുതിയ സംഭവങ്ങൾ, അതായത് 2017 സംഭവത്തിനെ സംബന്ധിച്ചാണ്. അത് വ്യക്തമായിട്ട് ഹൈക്കോടതി ഇപ്പം നിർദ്ദേശം ഇന്ന കാര്യങ്ങൾ അന്വേഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ സംഭവത്തെ പറ്റിയല്ല, ആ സംഭവത്തിനകത്തിൽ വന്നിരിക്കുന്ന അധികരിച്ച സ്വർണ്ണ സമാഹരണവും അത് അക്കൗണ്ട് ചെയ്യാതെ
അത് ഏതെങ്കിലും രീതി ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടോ എന്നും, അതായത് അധികാര ദുർവിനിയോഗത്തിൻ്റെ ഭാഗമായിട്ട് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ്റെ പരിധിയിൽ വരുന്ന കുറ്റങ്ങൾ അന്നത്തെ ഉദ്യോഗസ്ഥന്മാർ ദേവസ്വം ബോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ്. അത് പരിശോധിക്കണം. പരിശോധിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം ഇതിനകത്ത് വ്യക്തത വരട്ടെ. വ്യക്തത വരുന്നതിന് ശേഷം അതിനാണ് ക്യൂ എന്ന് പറയുന്നത്. എന്തായാലും പക്ഷേ ഇവിടെ ഈ 5/6/2017 ഗ്രാം അങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8 ഡേറ്റുകളിൽ കിട്ടിയ സ്വർണ്ണം അതിൽ എഴുതുന്നുണ്ട്. ബാക്കി ഡേറ്റുകൾ കിട്ടിയ സ്വർണ്ണം മാസത്തിൽ എഴുതിയ അതിൽ സ്വർണ്ണം എഴുതുന്നുണ്ട്. അതിൽ രസീത് കൊടുത്തിട്ടില്ല എന്നൊരു പ്രധാന കാര്യം പറയുന്നുണ്ട്. രസീത് കൊടുക്കാത്തതിന് അടക്കമുള്ള കാരണങ്ങൾ എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് മറ്റൊരു ഉത്തരം കിട്ടുന്നുണ്ട്. അത് ഈ പറഞ്ഞ വിജിലൻസ് പരിശോധിക്കട്ടെ. ശ്രീ മഹേഷ് പണിക്കർ, ഇവിടെ കൊടിമരത്തിന്റെ കാര്യം അന്വേഷിക്കുന്നത് ദേവസ്വം വിജിലൻസ് ആണ്. അവരത് അന്വേഷിക്കുക. പക്ഷേ SIT അന്വേഷിക്കുന്ന 2 കേസുകൾ അതിൽ കോടതി പറഞ്ഞു, വി നോട്ട് ദാറ്റ് ദി ഇവന്റ്സ് ലീഡിംഗ് ടു ദ രജിസ്ട്രേഷൻ ഓഫ് ദീസ് 2 crimes സ്പാൻ എ പീരീഡ് ഫ്രം 1998 to 2025 എന്ന് പറഞ്ഞാൽ PS പ്രശാന്തിന്റെ ബോർഡ് കൂടി ആ ക്രൈം സ്പാനിലേക്ക്, കുറ്റകൃത്യ പരിധിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനിയും അതിൽ അന്വേഷണം ഉണ്ടെന്ന് കരുതണോ? PS പ്രശാന്തിന്റെ ബോർഡിലേക്ക് വളരെ ആഴത്തിൽ അന്വേഷണം ഇതുവരെ പോയി എന്ന് കരുതാൻ കഴിയുമോ ശ്രീ മഹേഷ് പണിക്കർ? അല്ലാത്ത അന്വേഷണം വരാനുണ്ടല്ലോ. അതിനകത്തൊക്കെ അന്വേഷണം ഉറപ്പായിട്ടും കാര്യം. ഇപ്പോൾ ഇവരെന്തിനാ ഇളക്കാൻ പോയത്, എന്തിനു വേണ്ടിയാണ് ആ ഒരു ചന്ദ്രഗ്രഹണ സമയത്ത് അത് ഇളക്കാൻ പോയതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും അവ്യക്തമാണ്. അത് കേടായത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം അല്ല, അതിനകത്ത് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അത് മൊത്തം അന്വേഷണത്തിൽ വരട്ടെ. പക്ഷേ നമ്മൾ ഈ പറയേണ്ട ഈ കുറുപ്പ് സാറിൻ്റെ ഈ പറഞ്ഞ റിപ്പോർട്ടുമായിട്ട് വെച്ച് താങ്കൾ പറയുമ്പോൾ അതിലെ 15ാമത്തെ ഖണ്ഡികയിൽ വ്യക്തമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് 8ാമത്തെ പേജ് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് മെയിൽ ചെയ്തെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇതിനകത്തെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ മണി നിർമ്മിച്ച അജികുമാർ എന്ന് പറഞ്ഞ ആളിൻ്റെ അളിയനായിട്ടുള്ള വാസുദേവൻ പോറ്റിയാണ് ഇപ്പം നമ്മുടെ താങ്ങുവീടം കൊണ്ടുപോയി ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കി 5-6 കൊല്ലം അയാളുടെ വീട്ടിലിരുന്നിട്ട് വന്നിരിക്കുന്നത്. ഇത് കണക്റ്റഡ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട നോക്കാൻ പോകുന്ന ഇവിടെ ആരോപണം മണി കാണാനില്ലെന്നുള്ളതായിരുന്നു. മണി കാണാനുണ്ട്. കൺഫ്യൂഷൻ അല്ല, തീർച്ചയായിട്ടും കൺഫ്യൂഷൻ അല്ല പറയുന്നത്. എല്ലാം കൂടെ പറഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. എന്നാൽ കുറെ കൺഫ്യൂഷൻ ഉണ്ട്. വാജുവാഹനത്തിന്റെ കാര്യത്തിലടക്കം, മണിയുടെ കാര്യത്തിലടക്കം, ഈ കൊടിമര നിർമ്മാണത്തിലടക്കം ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കി നിർത്തുക. നമ്മൾ ഈ കുറുപ്പ് സാറെ നമ്മൾ അങ്ങനെ ലഘൂകരിച്ച് കാണരുത്. കേരളത്തിലെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ സമാനമായ പണികൾ വളരെ ഗംഭീരമായി ചെയ്ത മനുഷ്യനാണ് അദ്ദേഹം. വളരെ ആധികാരികമായി ഒരു ഡേ ബൈ ഡേ റിപ്പോർട്ട് വെച്ചേക്കുന്നത്. അന്വേഷണം നമ്മൾ പറയുന്നത് ഇതിനകത്ത് കുറുപ്പ് സാറിനെ ഉൾപ്പെടെ സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് ഞാൻ കാണുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ ഇതിനകത്തെ ഇടപെടലുകളിലൊക്കെ ദുരൂഹത ഞാൻ ആരോപിക്കുകയാണ്. കാര്യം നമ്മളെ പണികളെ കുറിച്ച് അറിയാവുന്ന ഒരാളെന്നുള്ള രീതിയിൽ എന്താണ് കുറുപ്പ് സാറിനെ താങ്കൾ ആരോഗ്യ ദുരൂഹത എന്താണ് ശ്രീ മഹേഷ് പണിക്കർ? അല്ല, അതാണ് പറയുന്നത്. ഇതിനകത്ത് അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ, വിഗ്രഹം വാർക്കാനായിട്ട് ഈ വാജിവാഹനവും വിഗ്രഹങ്ങളും വാർത്തിരിക്കുകയാണ്. ആ വാർത്തതിന് വേണ്ടി എത്ര സ്വർണം കിട്ടി, ആ സ്വർണത്തിന്റെ കണക്ക് ഈ റിപ്പോർട്ടിലുണ്ടോ? ചോദ്യം 1. ഈ പറഞ്ഞ ഭക്തജനങ്ങളിൽ നിന്ന് മേടിച്ചില്ല എന്ന് പറയുന്നു. 49ാമത്തെ പേജിലുണ്ട് വ്യക്തമായിട്ട് 7-8 ദിവസം ഭക്തജനങ്ങളിൽ നിന്ന് 412 ഗ്രാം മേടിച്ചിട്ടുണ്ട്. ഈ 412 ഗ്രാമേ ഉള്ളൂ. അതിൻ്റെ റെസീറ്റാണ് ഇപ്പോൾ അന്വേഷിക്കാൻ വന്നിരിക്കുന്നത്. 412 ഗ്രാമേ ഉള്ളൂ. ശബരിമല പോലെ മഹാക്ഷേത്രത്തിൽ പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അത്രയേ ഉള്ളൂ. 412 ഗ്രാമിൻ്റെ കണക്കിനകത്ത് വന്നിട്ടുണ്ട്. അത് പൂശാൻ വേണ്ടി മാത്രമാണ് ആ സ്വർണ്ണങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഉപയോഗിച്ച് പൂശിയിരിക്കുകയാണ്. കൂടാണ്ട് 600 ഗ്രാം ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ദേവസ്വം ബോർഡും കൊടുത്തിട്ടുണ്ട് താഴെക്കൂടെ പൂശാനായിട്ട്. ഈ ഒരു സംഭവം അല്ലാണ്ട് ഈ വിഗ്രഹം വാർക്കാനായിട്ട് എത്ര കിലോ സ്വർണം പബ്ലിക്കിൻ്റെ കളക്ട് ചെയ്തു അത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? അത് എത്രയാണ്? അപ്പൊ അതെവിടെയാണ്? ഇല്ലാത്തൊരു സാധനം താങ്കൾ ഉണ്ടോ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ 10 കിലോ സ്വർണം ആരെവിടെ പറഞ്ഞു? ഈ 10 കിലോ സ്വർണത്തിന്റെ കാര്യം അങ്ങോട്ട് ആരെവിടുന്ന് പറഞ്ഞു? വിഗ്രഹം വാർക്കാൻ ഇവർ സ്വർണ്ണം ഉപയോഗിച്ചിട്ടുണ്ടെന്ന്, അല്ലെ സ്വർണ്ണം ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയട്ടെ. ഇവർ അങ്ങ് മനസ്സിലാക്കേണ്ട കാര്യം, ഈ കുറുപ്പ് കമ്പോട് മേൽനോട്ടം. ഇപ്പൊ താങ്കൾക്ക് കുറുപ്പിനെ സംശയിക്കാമെന്നുള്ളതേ ഉള്ളൂ. അത് താങ്കളുടെ ഡിഫൻസ് ആണ്. പക്ഷേ ഈ റിപ്പോർട്ട് വായിച്ചാൽ കുറുപ്പിനെ ആരും സംശയിക്കില്ല. കോടതി സംശയിച്ചിട്ടില്ല. അയ്യപ്പനുള്ള സമർപ്പണം എന്ന് പറഞ്ഞാൽ 5 പൈസ വാങ്ങാതെ ചെയ്തൊന്നാണ് കുറുപ്പ്. പോട്ടെ, ആ കുറുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ 10 കിലോ സ്വർണത്തിന്റെ കാര്യം പറയാതിരിക്കോ? കുറുപ്പ് റിപ്പോർട്ടിൽ കൊടുത്ത സാധനമാണ് ഈ പറയുന്ന എന്താണ് ഈ സ്വർണം ശേഖരിച്ചതും അതിൽ ഡേറ്റിന്റെ മഹസകാര്യമൊക്കെ കുറുപ്പിന്റെ റിപ്പോർട്ട് കൊടുത്ത സാധനം ഉൾപ്പെടുത്തിയത് ഇതിനകത്ത്. എന്ന് താങ്കൾ കുറുപ്പിനെ സംശയിക്കണം. അതങ്ങനെ ശരിയാവും? ഈ സാക്ഷ്മി ഇപ്പൊ ചൂണ്ടിക്കാണിച്ച ആ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കുറുപ്പിന്റെ റിപ്പോർട്ടാണ്. അത് ഹൈക്കോടതിയുടെ റിപ്പോർട്ടല്ല, ഹൈക്കോടതിയുടെ ഇതുമല്ല. അത് കുറുപ്പ് ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടാണ്. റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഹൈക്കോടതി അത് പരിശോധിച്ചിട്ട് അംഗീകരിക്കുന്നേ. ഉത്തരവാകുന്നത് എങ്ങനെയാണ്? ആ റിപ്പോർട്ട് പരിശോധിച്ചിട്ടാ ഉത്തരവാകുന്നത്. അതെ, അത് അവരെങ്ങനെയാണ് അറിയുന്നതെന്ന്? അതൊരു പേപ്പർ വെച്ചിട്ട് നമ്മൾ പല പേപ്പർ, ശബരിമലയിലെ പല നിർമ്മാണ പ്രവർത്തനങ്ങളും പേപ്പറിൽ മാത്രമുണ്ട്. അല്ലെങ്കിൽ കേരളത്തിലെ പല നിർമ്മാണ പ്രവർത്തനങ്ങളും പേപ്പറിലുണ്ട്. റോഡ് പണി നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴത്തേക്ക് റോഡ് പണിത് കാണും കഴിഞ്ഞ മാസം. പക്ഷെ റോഡ് പണി അവിടെ നടന്നു കാണത്തില്ല. അപ്പം റെക്കോർഡിക്കൽ കുറുപ്പിനെ പോലെ അത്രയും ആധികാരികമായി പഠിച്ച് റിപ്പോർട്ട് കൊടുത്ത ഒരാളെ താങ്കൾ സംശയം നിർത്താനുള്ള അവകാശം താങ്കൾക്കുണ്ടോ ശ്രീ മഹേഷ് പണിക്കർ?
വിഗ്രഹ നിർമ്മാണശാല ആക്രമിച്ച് 2 കോടിയുടെ അതല്ലെന്ന് പഞ്ചലോഹ എനിക്ക് വിഗ്രഹം അവകാശം ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. കവർന്നു. അങ്ങനെയാണ് ശാസ്താംകോട്ട എങ്ങനെ കറുത്തിരിക്കുന്നത്? ശാസ്താംകോട്ട അല്ല, നമ്മൾ സുഭാഷ് ചെയ്ത പല ക്ഷേത്രങ്ങളിലും വിഗ്രഹ നിർമ്മാണശാല പ്രശ്നങ്ങളുണ്ടെന്നേ. ആക്രമിച്ച് നമ്മൾ 2 കോടിയുടെ മൊത്തത്തിൽ പഞ്ചലോഹ അങ്ങനെയല്ല. വിഗ്രഹം അന്വേഷിക്കട്ടെ. കവർന്നു ഞാൻ എന്ന് ഞാൻ വ്യാജപരാതി പറയുന്ന കൊടുത്തതാണോ വാക്കുകളല്ല. താങ്കൾ? അതാ അങ്ങയുടെ വിഗ്രഹ നിർമ്മാണശാല ആക്രമിച്ച് 2 കോടിയുടെ അല്ല, പഞ്ചലോഹ അതൊക്കെ വിഗ്രഹം ഞാൻ കവർന്നു എന്ന് പറഞ്ഞല്ലോ. വ്യാജപരാതി അതല്ലല്ലോ. കൊടുത്തതാണെന്ന്. അതിനകത്ത് ഇപ്പൊ നമ്മൾ സംശയിക്കുന്നതായിട്ട് അല്ല, വ്യാജപരാതി അല്ലല്ലോ. നമ്മൾ പരാതി കൊടുത്തു എന്നുള്ളതല്ലേ ഉള്ളൂ. അത് വ്യാജപരാതി ആയിരുന്നില്ലേ ശ്രീ പരാതിയാവുന്നേ. സുഭാഷ് പണിക്കർ? നമ്മുടെ വിഗ്രഹം അത് ഇതായി പോലീസ് ഇപ്പോൾ വ്യാജപരാതി തിരിച്ച് കണ്ടെത്തിയില്ലേ? അങ്ങ് പറഞ്ഞ് 2 കോടി പഞ്ചലോകത്തിന് 1 ലക്ഷം പോലും ഇല്ല എന്ന് കണ്ടെത്തിയതല്ലേ? എന്നിട്ട് അങ്ങ് സംശയിക്കുകയാണോ എന്താണ് കറയില്ലാത്തൊരു മനുഷ്യനെ? അല്ല, ശരിയാണോ അത്? ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു സ്ഥാനത്തിനകത്ത് ഒരു ഇത് വരുമ്പോഴത്തേക്ക് നമ്മളല്ലേ പറയുന്നത്, അതിനകത്ത് അതെങ്ങനെയാ ശരിയാകുന്നത്? അല്ലല്ല, ഞാൻ പറയുന്നത് അങ്ങേക്കെതിരെയുള്ള കേസിനെ പറ്റിയാണ് പറയുന്നത്. അങ്ങ് കൊടുത്ത ഒരു വിഗ്രഹമോഷണ കഥ അത് നുണക്കഥയാണെന്ന് പോലീസ് കണ്ടെത്തിയതാണ്. അങ്ങ് തിരിച്ച് കേസെടുത്തതാണ് അല്ലേ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ വിലയുടെ വ്യത്യാസമല്ലേ, വിഗ്രഹമോഷണമല്ലല്ലോ അതിനകത്തെ സംഭവം. നമ്മുടെ ഒരു അങ്ങ് കൊടുത്ത പരാതി എന്താണ്? അങ്ങയുടെ വിഗ്രഹമോഷണശാല ആക്രമിച്ച് ഈ പറഞ്ഞ ഡ്രൈവർ വിഗ്രഹം മോട്ടിച്ചോന്നാ പറഞ്ഞേ. പോലീസ് കണ്ടെത്തി എന്താ? അത് വ്യാജപരാതിയാണെന്ന് പറഞ്ഞു. താങ്കൾക്കെതിരെ കേസെടുത്തു. ആ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് താങ്കൾ വന്ന് കുറിപ്പിനെ സംശയിക്കുക. അതങ്ങനെ ശരിയാവുക? അല്ല, അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് സംശയിക്കുന്നതിനകത്ത് ഇപ്പൊ എന്താണ്? നമ്മൾ അത് പൊതുവിന്റെ ഇതല്ലേ, ഇതൊരു ഇത്രയും മാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നമ്മളെങ്ങനെ ന്യായീകരിക്കാൻ പറ്റുക? ഉണ്ണികൃഷ്ണൻ പോറ്റി ഞാൻ താങ്കൾക്കെതിരെയുള്ള പരാതിയാണ് പറയുന്നത്. ശ്രീമാൻ, താങ്കൾക്കും സഹോദരനുമെതിരെ നിങ്ങൾ പോലീസിൽ നിങ്ങൾ ഡ്രൈവർക്കെതിരെ കൊടുത്ത കള്ളപ്പരാതി 2 കോടി രൂപ വിലയുള്ള വിഗ്രഹം മോട്ടിച്ചോ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ പൊന്തക്കാട്ടി കൊണ്ടിട്ടു. അത് പോലീസ് വന്ന് കണ്ടെടുത്തു. അത് വ്യാജപരാതി എന്നാണ് താങ്കൾക്കെതിരെ കേസെടുത്തു. താങ്കൾ ഒന്ന് കുറിപ്പിനെ സംശയിക്കുന്നു. പോലീസ് നമ്മളാണ് ഇട്ടത് എങ്ങനെയാണ് പറയുന്നത്? നമ്മളൊരു വിഗ്രഹമോഷണം സംഭവിച്ചു, ശരിയാണ്. മോഷണം സംഭവിച്ചോ? ആക്രമണം നടന്നിട്ടുണ്ട്, ഒരു വിഗ്രഹമോഷണം കേസ് വന്നിട്ടുണ്ട്. ആ കേസ് വിഗ്രഹമോഷണം സംഭവിച്ചോ ശ്രീമാൻ പണിക്കർ? ഇതുമായിട്ട് എങ്ങനെയാണ് കണക്ട് ആകുന്നതെന്ന്? അത് വിഗ്രഹമോഷണം സംഭവിച്ചോ? ഇല്ല. അത് താങ്കൾ കൊടുത്ത വ്യാജപരാതിയാണ് പോലീസ് കണ്ടെത്തിയതാ. തീർച്ചയായിട്ടും താങ്കൾ കൊടുത്ത വ്യാജപരാതി പോലീസ് കണ്ടെത്തി. തെറ്റായ പരാതി താങ്കൾക്കെതിരെ കേസാണ് ഇപ്പൊ നിൽക്കുന്നത്. ഞാൻ പറയാൻ കാരണം കുറിപ്പിനെ പോലെ ഒരു ആധികാരികമായി വിശ്വസ്തതയുള്ള മനുഷ്യനെ താങ്കൾ സംശയനിലയിൽ നിർത്തുമ്പോൾ താങ്കൾക്ക് അതിനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ. കാര്യം താങ്കൾ ഒരു വ്യാജപരാതി കൊടുത്ത കേസിലെ പ്രതിയാണ് മഹേഷ് പണിക്കർ. എസ് കെ സജീഷ്, ഇവിടെ ക്ഷേത്രക്കൊളയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോഴും അകത്ത് കിടക്കുന്ന CPM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ശ്രീ കെ പത്മകുമാറിന് ഒരു പക്ഷേ അടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയും. കാര്യം സ്വാഭാവിക ജാമ്യത്തിൽ എന്തെങ്കിലും കിട്ടി പുറത്തു പോകുമല്ലോ. അങ്ങനെ എല്ലാ പ്രതികളും ജാമ്യം കിട്ടി പുറത്തു പോകുമ്പോഴും ഇപ്പോഴും കുറ്റപത്രം എപ്പോഴാണ് നമുക്കറിയില്ല. വീണ്ടും പരിശോധനയ്ക്ക് പോവുകയാണ്. VSSലെ പരിശോധന 2.5 മാസം എടുത്തു. ഈ പരിശോധന മുംബൈയിലെ ലാബിൽ ഇന്ന് കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ കുറ്റപത്രം ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നതിൽ രാഷ്ട്രീയ ഭേദമന്യേ വിശ്വാസികൾക്കുള്ള ആശങ്കയോട് എന്താണ് പറയാനുള്ളത് ശ്രീ എസ് കെ സജീഷ്? ഒരു കാര്യം, ഈ ആശങ്കയെല്ലാം നമ്മൾ പങ്കുവെക്കുമ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, ആ ഡിവിഷൻ ബെഞ്ചാണല്ലോ ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് അതിസങ്കീർണമായ കേസാണ്, മറ്റൊരു കേസ് പോലെയല്ല. സങ്കീർണമായ അന്വേഷണവും നടക്കും, അതിനനുസൃതമായ സമയവും എടുക്കും. ആ സമയം എടുത്തുകൊണ്ട് തന്നെ ഇത് കൃത്യമായി കുറ്റവാളികളെല്ലാം ശിക്ഷിക്കപ്പെടണം. ആ നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. അതിനകത്ത് ആർക്കെങ്കിലും സ്വാഭാവിക ജാമ്യം കിട്ടുന്നത് പോലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് ഹൈക്കോടതി പറയുമ്പോൾ, ആ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ, കേരളത്തിലെ ഏറ്റവും പരമോന്നത നീതിപീഠമായിട്ടുള്ള ആ നീതിപീഠത്തിലെ ഏറ്റവും ഉയർന്ന ബെഞ്ചായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിനെ അംഗീകരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. അവരിതെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ പ്രഥമ ദൃഷ്ടിയ ഇന്നത്തെ വിജിലൻസ് റിപ്പോർട്ടും കോടതിയിൽ റിപ്പോർട്ടിലും കാണുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിനകത്ത് ഈ സംഭാവനയായി സ്വർണം ലഭിച്ചിട്ടില്ല എന്നാണ് അജയ് തറയിൽ നേരത്തെ പറഞ്ഞത്. ഇവിടെ 5/6 80.49 ഗ്രാം സ്വർണം, 10/6 246.52 ഗ്രാം സ്വർണം, 11/6 15/6/2017, 16/6/2017 എല്ലാമായി ആകെ ലഭിച്ച സ്വർണം 412.1 ഗ്രാം സ്വർണമാണ്. ഈ സ്വർണവും അതുപോലെ തന്നെ നേരത്തെ ഇതിൻ്റെ ആവശ്യത്തിലേക്ക് കസ്റ്റംസിൽ നിന്ന് വാങ്ങിയ സ്വർണവും ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ ഉപയോഗിച്ച സ്വർണം, ഇത് രണ്ടും കൂടി പരിശോധിക്കുമ്പോൾ 9.573 ഗ്രാം സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഉപയോഗിച്ചത് 9.43 ഗ്രാം സ്വർണ്ണമാണെന്ന് ഈ റിപ്പോർട്ടിൽ, ഇന്നത്തെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന റിപ്പോർട്ടിൽ പറയുന്നു. 238.81 ഗ്രാം സ്വർണം കാണാനില്ല. ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതായത് 29 പവൻ സ്വർണം ഈ പറഞ്ഞ കണക്കിൽ മാത്രം കാണാനില്ല. ഈ പറഞ്ഞ സ്പോൺസർമാർ, അതായത് 27 പേരെ കണ്ടെത്തുകയും അവർ നൽകിയ പണത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ 10/6/2017 246.52 ഗ്രാം സ്വർണം സംഭാവന ചെയ്തത് ഒരു സിനിമാ താരമാണ് എന്നതും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ തന്നെ
നിരവധിയായ രീതിയിലുള്ള സ്പോൺസർഷിപ്പ് ഇത് ലഭിച്ചിട്ടുണ്ട്. ഫോറം 3A പ്രകാരം റെസിറ്റ് നൽകണം എന്നത് ബോർഡിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അജയ് തറയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ, അന്നത്തെ ബോർഡ്, അവർ തെറ്റായ കാര്യങ്ങൾ ഈ കൊടിമരത്തിൻ്റെ കാര്യത്തിൽ ചെയ്തിരിക്കുന്നു, അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. 29 പവൻ സ്വർണത്തിൻ്റെ പ്രത്യക്ഷമായി ഒറ്റയടിക്കുള്ള വ്യത്യാസം തന്നെ ഇതിൽ കാണാൻ വേണ്ടി കഴിയുന്നു എന്നൊരു വസ്തുതയാണ്. പിന്നെ 2012 യഥാർത്ഥത്തിൽ 2012 ആഗസ്റ്റ് 8 ദേവസ്വം ബോർഡ്, തിരുവനന്തപുരം ബോർഡ് ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരം കൃത്യമായി ഈ പറഞ്ഞ വാജിവാഹനം ഉൾപ്പെടെ ഏറ്റുവാങ്ങി സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇതിനെ മറികടന്നുകൊണ്ടാണ് തന്ത്രിക്കുൾപ്പെടെ നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതിനകത്തെല്ലാം ദുരൂഹത നിലനിൽക്കുന്നു. സ്പോൺസർഷിപ്പ് എന്ന പരിപാടിയിലേക്ക് പോറ്റിയെ 2017 കൊണ്ടുവരുന്നത് ആരാണ്? ഉൾപ്പെടെയുള്ള സംഘമാണ്. സ്പോൺസറാക്കി മാറ്റുന്നു. ശബരിമലയിലെ എന്തും അഴിച്ചു കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവെക്കാനുമുള്ള അവകാശിയായി പോറ്റിയെ മാറ്റിയത്, പോറ്റിയെ കയറ്റിയത് മാത്രമല്ല, പോറ്റിയെ വലിയ എന്താ പറയുക, അവിടുത്തെ കർമ്മിയാക്കിയതും അവിടുത്തെ എല്ലാമാക്കി അഴിച്ചു കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരാനും പറ്റുന്ന ഒരാളാക്കി മാറ്റിയത് കോൺഗ്രസ് ആണ് എന്നതാണ് ഇപ്പോ തെളിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ പറയുന്ന നേരത്തെ അജയ് തറയിൽ ചിതല് ധരിച്ച കാര്യവും ഈ പറയുന്ന സ്വർണം മേടിച്ചില്ല എന്ന കാര്യം പറയുന്നതിന് മുമ്പ് ഏറ്റവും ചുരുങ്ങിയ പക്ഷം അന്ന് അഡ്വക്കേറ്റ് കമ്മീഷൻ ആയിരുന്ന ശ്രീ കുറുപ്പിനെ ഒന്ന് ഫോണിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ വ്യക്തമായി ഈ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നും എന്തുകൊണ്ട് രസീത് കൊടുത്തില്ലെന്നും എങ്ങനെയാണ് ആ സ്വർണം സ്വീകരിച്ചതെന്നും ഏത് രീതിയിലാണ് അത് മഹസലേക്ക് മാറ്റിയതെന്നും ഒക്കെ വളരെ ഭംഗിയായി വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു തരും. അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് പുലിവാല് പിടിക്കണോ എന്ന് അജിത് തറയിൽ ആലോചിക്കട്ടെ. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.